എന്നോട് ഇന്നിവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് ഭഗവത്ഗീതയെക്കുറിച്ചാണ്. വളരെ എന്താ പറയുക, പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ഭഗവത്ഗീതയെ പറ്റി എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അതിലത്തെ പ്രയാസം. ഭഗവത്ഗീത ഇപ്പോൾ യോഗവാസിഷ്ടം പോലെ ആരും അങ്ങനെ അധികം പഠിച്ചിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്തൊരു കൃതിയെ സംബന്ധിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സൗകര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പുതുമയുണ്ടാവും ഞാൻ എന്ത് പറഞ്ഞാലും. നേരെ തിരിച്ച് ഭഗവത്ഗീത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കൃതിയാണ് ഭഗവത്ഗീത. ഹിന്ദുധർമ്മത്തിൻ്റെ പ്രാമാണികമായിട്ടുള്ള അടിത്തറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുധർമ്മത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രസ്ഥാനത്രയികളെയാണ് അടിത്തറയായി കരുതുന്നതെങ്കിൽ പ്രസ്ഥാനത്രയികളിൽ ഒന്ന് ഗീതയാണ്. പ്രസ്ഥാനത്രയികൾക്ക് ഭാഷ്യം ചമയ്ക്കുന്ന ആളുകളെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുക. ഹിന്ദുധർമ്മത്തിൽ ഏറ്റവും ആധികാരികമായി അഭിപ്രായം പറയാൻ സാധിക്കുന്നവർ, ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ നമ്മൾ ആചാര്യന്മാർ എന്ന പദവി ചില ആളുകൾക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ശങ്കരനെ നമ്മൾ ആചാര്യൻ എന്നാണ് വിളിക്കുന്നത്, ശങ്കരാചാര്യർ എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പ്രസ്ഥാനത്രയത്തിന് അദ്വൈത സിദ്ധാന്ത പ്രകാരം ഭാഷ്യം ചമച്ചതുകൊണ്ടാണ്. മാധവനെ നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം പ്രസ്ഥാനത്രയങ്ങൾക്ക് ദ്വൈത സിദ്ധാന്ത പ്രകാരം ഭാഷ്യം ചമച്ചതുകൊണ്ടാണ്. നമ്മൾ രാമാനുജനെ ആചാര്യൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം പ്രസ്ഥാനത്രയങ്ങൾക്ക് വിശേഷാദ്വൈതം കൊണ്ട് ഭാഷ്യം ചമച്ചതുകൊണ്ടാണ്. വല്ലഭനെ നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം പ്രസ്ഥാനത്രയങ്ങൾക്ക് ശുദ്ധാദ്വൈതം കൊണ്ട് ഭാഷ്യം ചമച്ചതുകൊണ്ടാണ്. ഈ പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്ത് എന്നാണ്. അപ്പോൾ ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഉപനിഷത്തിനും ഭാഷ്യം ചമയ്ക്കുന്നവരാണ് ആചാര്യന്മാരെങ്കിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിൻ്റെ, ഈ ധർമ്മത്തിൻ്റെ അടിത്തറയാകുന്ന 3 കൃതികളിൽ അതിനെ മൂന്ന് പ്രസ്ഥാനങ്ങളായിട്ടാണ് കണക്കാക്കുക. ബ്രഹ്മസൂത്രങ്ങളെ അതിലെ ശ്രുതിപ്രസ്ഥാനത്തിൻ്റെ ആരംഭമായിട്ടും അതേപോലെ തന്നെ ഉപനിഷത്തുകളെ അതിലെ ന്യായപ്രസ്ഥാനത്തിൻ്റെ ആരംഭമായിട്ടും ഭഗവത്ഗീതയിലെ അതിലെ സ്മൃതി പ്രസ്ഥാനത്തിൻ്റെ, നമ്മൾ ശ്രുതികളെന്നും സ്മൃതികളെന്നുമാണല്ലോ ഈ ധർമ്മത്തിൽ 2 പറയാം. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടത് എന്നാണ് അർത്ഥം. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചത്, വായിച്ച് പഠിച്ച് ഓർത്തു വെക്കേണ്ടതാണ് സ്മൃതികളെങ്കിൽ കേട്ട് മനഃപ്പാഠമാക്കി അങ്ങനെ വാമൊഴിയായി തന്നെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയാം. നമ്മുടെ ഈ ഹൈന്ദവ ധർമ്മത്തിൻ്റെ വിജ്ഞാനീയം മുഴുവൻ ആരംഭിക്കുന്നത് ശ്രുതികളിലൂടെയാണ്. നമ്മുടെ ആദ്യത്തെ പ്രമാണം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദങ്ങളാവട്ടെ ശ്രുതികളാണ്. നമ്മൾ സ്മൃതികൾ എടുത്താൽ പോലും സ്മൃതികൾ പോലും സമ്മതിക്കുന്നൊരു കാര്യം. ഇപ്പോൾ മനുസ്മൃതിയാണെങ്കിൽ മനുസ്മൃതി പറയുന്നുണ്ട് പരമം പ്രമാണോ ശ്രുതി എന്നാണ്. പ്രഥമേ പ്രമാണോ ശ്രുതി. ആദ്യത്തെ പ്രമാണം, പരമമായിട്ടുള്ള പ്രമാണം എന്താണ്? ശ്രുതിയാണ്. ആ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? വേദമാണ്. വേദമോ? വേദമാവട്ടെ സാക്ഷാൽ അപൗരുഷേയങ്ങളായിട്ടുള്ള ബ്രഹ്മവിദ്യയാണ്. അപൗരുഷേയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുരുഷനാൽ നിർമ്മിക്കപ്പെട്ടതല്ല, അത് ഏതെങ്കിലും ഒരു വ്യക്തി ചമച്ചതല്ല, അത് പിന്നെയോ അത് സാക്ഷാൽ ബ്രഹ്മനിർമ്മിതമായിട്ടുള്ള സനാതനമായിട്ടുള്ള സത്യമാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥസമുച്ചയങ്ങളുടെ ഒരു പാരമ്പര്യം. നമ്മുടെ ഈ ഹൈന്ദവ വിജ്ഞാന ശേഖരത്തിൻ്റെ അതിൻ്റെ ഒരു ആരംഭം തുടങ്ങുന്നത് ശ്രുതികളിൽ നിന്നാണ്. ആ ശ്രുതികൾ എന്ന് പറയുന്നത് ഋഷീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ധ്യാനത്തിൻ്റെ, അവരുടെ തപസ്സിൻ്റെ ഉന്നതാവസ്ഥകളിൽ കണ്ടെടുത്തിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മനിർമ്മിതമായിട്ടുള്ള സനാതന സത്യങ്ങളോ ആരെങ്കിലും എഴുതിയതല്ല. ഏതെങ്കിലും ഒരു നിർമ്മാതാവ്, ഏതെങ്കിലും ഒരു കർത്താവ് അതിനില്ല. നമ്മളിപ്പോൾ സ്മൃതികൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കർത്താവുണ്ട്, അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്കത് ആരെഴുതി എന്നുണ്ട്. മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ അത് വ്യാസനാണ് എഴുതിയത് നമുക്കറിയാം. രാമായണം എടുത്തു കഴിഞ്ഞാൽ അത് എഴുതിയത് വാത്മീകിയാണെന്ന് നമുക്കറിയാം. സ്മൃതികളിൽ മനുസ്മൃതി മനു എഴുതിയതാണെന്നും നാരദസ്മൃതി നാരദൻ എഴുതിയതാണെന്നും യാജ്ഞവൽക്യ സ്മൃതി യാജ്ഞവൽക്യൻ എഴുതിയതാണെന്നും പരശുരാമസ്മൃതി ഭാർഗവരാമൻ എഴുതിയതാണെന്നും നമുക്കറിയാം. പക്ഷേ വേദങ്ങൾ ആരാണ് എഴുതിയത്? ഋഗ്വേദത്തിൻ്റെ കർത്താവ് ആരാണ്? യജുർവേദം ഏത് ഋഷിയുടെ സംഭാവനയാണ്? സാമവേദം ആരൊക്കെ കൂടി ചേർന്നിട്ടാണ് സമാഹരിച്ചത്? നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഒരു സന്യാസ പരമ്പര മുഴുവനാണ്. ആർഷ പരമ്പര എന്ന് പറയുന്ന 100 കണക്കിന് ഋഷീശ്വരന്മാരുടെ നിരന്തരമായിട്ടുള്ള പരമ്പരകളുടെ ആർജിത വിജ്ഞാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേദം എന്ന് വിളിക്കുന്നത്. അത് ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കിയതല്ല, അത് അവർ കണ്ടെടുത്തതാണ്. നമ്മൾ ഈ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ 2 വാക്കുകൾ അറിയാം. ഒന്ന് ഇൻവെൻഷനും ഒന്ന് ഡിസ്കവറിയും, അല്ലേ? ചില സാധനങ്ങൾ മനുഷ്യർ നിർമ്മിക്കുന്നതാണ്, അതിന് നമ്മൾ എന്ത് പറയും? ഇൻവെൻഷൻ എന്ന് പറയും. ചില സാധനങ്ങൾ മനുഷ്യർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, അവർ നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ആ പ്രക്രിയക്കിടയിൽ അവർ കണ്ടുപിടിക്കുകയാണ്, അതിനെയാണ് നമ്മൾ ഡിസ്കവറി എന്ന് പറയാം. ഇപ്പോൾ ടി
ടി വി ആരാ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ടി വി കണ്ടുപിടിച്ചത് ജോൺ ലക്കി ബേർഡ് എന്ന് പറയുന്ന ആളാണ്. അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി എന്ന് പറയുന്ന ആളാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബബേജ് എന്ന് പറയുന്ന ആളാണ്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സാണ്. ഇവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ സാധനം ഇല്ല. റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിമാനമില്ല, അല്ലെങ്കിൽ ബബേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറും ഇല്ല. അവരുടെ നിർമ്മിതിയാണത്. ഇല്ലാതിരുന്നൊരു സാധനത്തെ അവർ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തങ്ങളുടെ വൈദഗ്ധ്യം കൊണ്ട്. എന്നാൽ മറ്റു ചില സംഗതികൾ ആരും നിർമ്മിക്കുന്നതല്ല, ചിലർ കണ്ടെടുക്കുന്നതാണ്. ഉദാഹരണത്തിന് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ. നമ്മൾ ഭൂഗുരുത്വ ബലം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. ആരാണ് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഉപജ്ഞാതാവ്? സർ ഐസക് ന്യൂട്ടനാണ് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ്റെ ഉപജ്ഞാതാവ്. എന്നാൽ സർ ഐസക് ന്യൂട്ടന് മുമ്പ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഐസക് ന്യൂട്ടൻ ജനിക്കുന്നതിന് മുമ്പ് ആപ്പിൾ മരത്തിൽ നിന്ന് പഴങ്ങൾ താഴേക്ക് വീഴുന്നതിന് വരെ നേരെ മുകളിലേക്കാണോ പോയിരുന്നത്? അതുവരെ ഭൂമിക്ക് മറ്റ് സാധനങ്ങളെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ബലം ഉണ്ടായിരുന്നു. ഐസക് ന്യൂട്ടൻ അത് നിർമ്മിക്കുകയല്ല ചെയ്തത്. അങ്ങനെയൊരു പ്രതിഭാസം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തൻ്റെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണം കൊണ്ട് അദ്ദേഹത്തിനത് ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ബോധ്യപ്പെട്ടപ്പോൾ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വണ്ണം ഒരു സിദ്ധാന്ത ഭാഷയിലേക്ക് അതിനെ പരിണമിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഡിസ്കവറികൾ ഉണ്ടാവുന്നത്. നമ്മുടെ ധാരാളം ഇത്തരത്തിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പറ്റിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണങ്ങളെല്ലാം ഡിസ്കവറികളാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേദങ്ങൾ ഉണ്ടാവുന്നത്. വേദങ്ങൾ ആരും നിർമ്മിക്കുന്നതല്ല. ഋഷീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അഗാധമായിട്ടുള്ള ധ്യാനത്തിൻ്റെ, അവരുടെ ഉന്നതമായിട്ടുള്ള തപസ്സിൻ്റെ ഉന്നതാവസ്ഥകളിൽ അവർക്ക് ബോധ്യപ്പെട്ട സനാതന സത്യങ്ങൾ, പ്രപഞ്ച നിർമ്മിതി മുതൽക്ക് നിലവിലുള്ള സത്യങ്ങൾ, എന്നാൽ അവ തിരിച്ചറിയുകയും അതിന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് വേദങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ആ വേദങ്ങളുടെ കർത്തൃത്വം അവർ ഏറ്റെടുക്കാത്തത്. ഞാനാണ് ഇതിൻ്റെ കർത്താവ് എന്നൊരു ഋഷിയും അവകാശപ്പെടുന്നില്ല. ഒരു ഋഷിയും തൻ്റെ പേര് ഏതാണെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് പിൽക്കാലത്ത് കണ്ടുപിടിക്കാനുള്ളൊരു തെളിവ് പോലും അതിൽ അവശേഷിപ്പിക്കുന്നില്ല. അത് എന്താണ്? തൻ്റേതല്ല, ഇദം ന മമ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഇത് പ്രപഞ്ചത്തിൻ്റെതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഇത് തലമുറകളിലേക്ക് സഞ്ചരിക്കട്ടെ. അതുകൊണ്ട് അതവിടെ എഴുതി വെക്കുന്നത് പോലുമില്ല, അതെവിടെയെങ്കിലും രേഖപ്പെടുത്തുന്നത് പോലുമില്ല. അത് ശ്രുതികളായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതൊരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വാമൊഴികളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഏതാണ്ട് 9-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് വേദങ്ങൾ ആദ്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നത്. 5000 BCE, 5th മില്ലേനിയ BCE മുതലെങ്കിലും പ്രചാരത്തിലുള്ള വേദങ്ങൾ 9-ാം നൂറ്റാണ്ട് വരെ ലിഖിത രൂപങ്ങളിലേക്ക് മാറിയിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ശ്രുതികൾ ഉണ്ടാവുന്നത്. അത് സാക്ഷാൽ ബ്രഹ്മവിദ്യയാണ്. സാക്ഷാൽ നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ അടിത്തറ, ഏറ്റവും പരമമായിട്ടുള്ള പ്രമാണം എന്ന് ചോദിച്ചാൽ അത് വേദമാണ്. പക്ഷെ പിൽക്കാലത്ത് ആളുകൾക്ക് വേദങ്ങൾ ഗ്രഹിക്കാൻ പ്രയാസമായി. കാലം കൊണ്ട് ആളുകളുടെ സംവേദന ശേഷി മാറും, ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള, വ്യവഹരിക്കാനുള്ള ശേഷി മാറും, ആളുകളുടെ ഭാഷ മാറും. കാരണം ഭാഷ എന്ന് പറയുന്നത് വളരെ ഡൈനാമിക്കായിട്ട് നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. ഒരു 100 കൊല്ലം മുമ്പേയുള്ള മനുഷ്യർ സംസാരിച്ചിരുന്ന ഭാഷ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ അതിലെന്തോ അപകടം തോന്നാറുണ്ട്. എനിക്കിപ്പോഴും പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ അതിൽ നസീറൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ വളരെ കൃത്രിമത്വമുള്ളൊരു ഭാഷയാണല്ലോ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഭാഷയല്ലല്ലോ എന്ന് തോന്നാറുണ്ട്. പഴയ മലയാളം പത്രങ്ങളിൽ വാർത്തകൾ അച്ചടിച്ചിരുന്ന രീതി വായിച്ചു നോക്കൂ. നമുക്ക് വളരെ കൗതുകം തോന്നും. പണ്ട് ഇങ്ങനെയാണോ നമ്മുടെ ആൾക്കാർ പരസ്പരം സംസാരിച്ചിരുന്നതെന്ന്. കാരണം കാലം കൊണ്ട് ഇങ്ങനെ പരിണാമം ചെയ്യുന്ന, കാലത്തിനൊത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുതിയ തലമുറയുടെ ഭാഷ പഴയ ആളുകൾക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ പുതിയ കുട്ടികൾ പറയുന്ന ഭാഷ നമ്മുടെ അമ്മൂമ്മമാർക്ക് മനസ്സിലാവുന്നില്ല. പല വാക്കുകളും പുതിയതാണ്. പുതിയ വാക്കുകൾ ഈ കാലഘട്ടത്തിൻ്റെതായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വേദങ്ങളുടെ ഭാഷ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ദുർഗ്രഹമായി മാറി, അത് സമാജത്തിന് ഉൾക്കൊള്ളാൻ കഴിയാണ്ട് വന്നു. അപ്പോൾ അവർക്ക് അത് കുറേ കൂടി ലളിതവൽക്കരിച്ച് കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ വേദങ്ങളുടെ അവസാന ഭാഗങ്ങൾക്ക് മാത്രം, ഏറ്റവും അവസാനം ഉരുത്തിരിഞ്ഞ പദ്ധതികൾക്ക് മാത്രം പ്രാമാണ്യം വന്നു. നിങ്ങൾക്കറിയാം, വേദങ്ങൾക്ക് 4 ഭാഗങ്ങളാണുള്ളത്. നമ്മളിപ്പോൾ ഋഗ്വേദമെന്നോ യജുർവേദമെന്നോ അഥർവവേദമെന്നോ സാമവേദമെന്നോ എടുത്തു കഴിഞ്ഞാൽ ഓരോ വേദത്തിനും 4 പാദങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ പാദത്തിന് നമ്മൾ എന്ത് പറയും? സംഹിത എന്ന് പറയും. സംഹിത എന്ന് പറയുന്നത് വേദത്തിലെ മന്ത്രഭാഗങ്ങളാണ്, അതിലത്തെ മന്ത്രപ്രയോഗങ്ങളാണ്, സൂക്തങ്ങൾ, അതിലുള്ള ശ്ലോകങ്ങൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഹിത എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ വേദങ്ങൾക്ക് 2ാമതൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനാണ് ബ്രാഹ്മണം എന്ന് പറയാം. ഈ സൂക്തങ്ങളുടെ, ഈ സംഹിതകളുടെ വിശദീകരണങ്ങളാണ്.
ഇതെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ കമൻട്രികളാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിക്കുന്നത്. അതല്ലാണ്ട് ഏതെങ്കിലും ജാതിനെ ഏതെങ്കിലും സമുദായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആ ബ്രഹ്മജ്ഞാനത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള നിലയിലേക്ക് ഉയർന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഈ സൂക്തങ്ങളിലെ സന്ദേശത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന പോലെ പരാവർത്തനം ചെയ്തപ്പോൾ അതിനെ നമ്മൾ ബ്രാഹ്മണം എന്ന് വിളിക്കും. മൂന്നാമത്തെ ഭാഗങ്ങൾക്ക് ആരണ്യകങ്ങൾ എന്നാണ് പറയുക. ആരണ്യം എന്ന് പറഞ്ഞാൽ കാട് എന്നർത്ഥം. അതായത് ഈ ഭാഗങ്ങളെ പറ്റി മനനം ചെയ്യാനാണ് അത്രേ പണ്ട് ആളുകൾ കാട്ടിലേക്ക് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന സംഭവം ഒരു ഘട്ടം കഴിഞ്ഞാൽ എത്ര സമ്പാദിച്ച് എത്ര വെട്ടിപ്പിടിച്ച് എത്ര കീഴ്പ്പെടുത്തിയ ചക്രവർത്തി ആയിക്കോട്ടെ രാജാവായിക്കോട്ടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് വാനപ്രസ്ഥത്തിന് പോകണം. ചതുരാശ്രമങ്ങളിലെ മൂന്നാമത്തെ ആശ്രമമാണ് വാനപ്രസ്ഥം. ആദ്യത്തത് ബ്രഹ്മചര്യം, രണ്ടാമത്തത് ഗൃഹസ്ഥാശ്രമം, മൂന്നാമത്തത് വാനപ്രസ്ഥം, നാലാമത്തത് സന്യാസം. ആദ്യഘട്ടം വിദ്യാർജിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കുടുംബം നയിക്കുക, അനന്തര തലമുറയെ സൃഷ്ടിക്കുക, സമ്പാദിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തതോ അത് അടുത്ത തലമുറയെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യം കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തോടു കൂടി വനങ്ങളിലേക്ക് പോകുക. അതാണ് വാനപ്രസ്ഥം. വനങ്ങളിലേക്ക് പോവുക. ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ സന്യസിക്കുക. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു എന്നാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസമാണ് സന്യാസം. ഞാൻ എന്ന ബോധത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ്. ഞാൻ എന്നുള്ള ചിന്ത പിന്നീടില്ല. കാമ്യം എനിക്ക്, എൻ്റേത്, എൻ്റെ തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകളില്ല. അവനവന് തന്നെ പിണ്ഡം വെച്ചുകൊണ്ടാണ് ഒരാൾ സന്യാസിയാവുന്നത്. പിതൃക്കൾക്ക്, പൂർവികന്മാർക്ക്, അച്ഛന്, അമ്മയ്ക്ക്, ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും പിണ്ഡം വെച്ചതിന് ശേഷം അവനവനും ഒരു പിണ്ഡം വെച്ചിട്ടാണ്, ആത്മപിണ്ഡം വെച്ചതിന് ശേഷമാണ് ഒരാൾ സന്യാസിയായി മാറുന്നത്. പിന്നീട് മുൻപുണ്ടായിരുന്ന പേര് പോലും അവർക്കില്ല, പുതിയൊരു പേര് സ്വീകരിക്കും. പൂർവാശ്രമം എന്നാണ് കഴിഞ്ഞു പോയിട്ടുള്ള കാലത്തെ വിളിക്കുക. പുതിയൊരു ജന്മം എടുക്കുന്ന പോലെയാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട് ഭേദനിരാസം സന്യാസം. രണ്ട് എന്നുള്ള ഭേദം ഇല്ലാതാവുന്ന അവസ്ഥ, രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥ. സന്യാസിക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ പറ്റും. എന്നാൽ അതേ മാനസികാവസ്ഥയോട് കൂടിയിട്ട് കടത്തിണ്ണയിൽ കിടക്കാനും സാധിക്കും. രണ്ട് എന്നുള്ള ബോധമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ പൂർണ്ണപദം പ്രാപിച്ചിട്ടുള്ള ആളായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഇതിന് മുൻപുള്ള അവസ്ഥയുണ്ട്, അതിലേക്കുള്ളൊരു സഞ്ചാരം. ആ സഞ്ചാരത്തിനെ നമ്മൾ വാനപ്രസ്ഥം എന്ന് വിളിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാഭാരത യുദ്ധം നടത്തിയിട്ട് ഇക്കണ്ട മനുഷ്യരുടെ മുഴുവൻ മരണത്തിനിടയാക്കിയിട്ടുള്ള, എത്രയേറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള, എത്രയോ കുട്ടികൾ അനാഥരായ, എത്രയോ സ്ത്രീകൾ വിധവകളായ ഒരു വലിയ യുദ്ധം, ഘോരയുദ്ധം. അത്രയും വലിയ യുദ്ധത്തിന് ശേഷം പിടിച്ചെടുത്ത ഭൂമി, അതിനുശേഷം നേടിയെടുത്തിട്ടുള്ള രാജ്യം, അത് ഈ പാണ്ഡവർ പിന്നീട് മരണം വരെ അനുഭവിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ കാലമായി തോന്നുമ്പോൾ ഈ മഹായുദ്ധം നടത്തി നേടിയെടുത്തിട്ടുള്ള രാജ്യം പോലും അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ട് ഈ പാണ്ഡവന്മാർ മുഴുവൻ വാനപ്രസ്ഥത്തിന് പോവുക ചെയ്യുന്നത്. എത്ര കാലം ഭരിക്കാൻ പറ്റി? 5-6 വർഷം മാത്രം. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വാനപ്രസ്ഥത്തിന് പോയിട്ടുള്ള കഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇതിൽ അവസാനം യുധിഷ്ഠിരൻ മാത്രം ഒരു നായയോടൊപ്പം മലയുടെ മുകളിലെത്തിയ കഥയും, നായയെ കൂട്ടാണ്ട ഞാൻ കൂടെ വരില്ല എന്ന് പറഞ്ഞതും, അത് യമനായി മാറിയതും, ആ പ്രശ്നം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഇവരെല്ലാവരും മഹാരാജാക്കന്മാർ പോലും ഒരു ഘട്ടത്തിൽ വാനപ്രസ്ഥത്തിന് പോയിരുന്നു. എന്തിനാ വാനപ്രസ്ഥത്തിന് പോയിരുന്നത്? വാനപ്രസ്ഥത്തിന് പോയിരുന്നത് ഈ ഭാഗത്തെ പറ്റി മനനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കാൻ എന്ത് വേണം? ഏകാന്തത ആവശ്യമുണ്ട്. ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും, ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ശ്രദ്ധ തിരിക്കുന്ന സങ്കേതങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് ഏകാന്ത ധ്യാനത്തിലേക്ക്, എനിക്കിനി മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാനില്ലെന്നുള്ള സ്വച്ഛമായ സ്വസ്ഥമായിട്ടുള്ള മനോനിലയിൽ വന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അത്രേ. ഒരേ തത്വം, ഒരേ പാഠം, ഒരേ വാക്യം നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നിങ്ങളത് കാട്ടിൽ പോയിരുന്ന് വായിക്കുമ്പോൾ അതിന് അന്ന് വരെ കേൾക്കാത്ത അർത്ഥതലങ്ങൾ വരുന്നുവെങ്കിൽ അവിടെ മാറുന്നത് വാക്യമല്ല, മാറിയത് നമ്മുടെ മനോനിലയാണ്. ആ വാക്യത്തെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ ശേഷിയാണ്, നമ്മുടെ ആന്തരിക വിസ്താരമാണ്, നമ്മുടെ ഉള്ളിൻ്റെ വലിപ്പമാണ് മാറുന്നത്. ആ നിലയിലെത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ആരണ്യകങ്ങൾ. ആരണ്യം എന്ന് പറഞ്ഞാൽ കാട് തന്നെ അർത്ഥം. ആരണ്യങ്ങൾ കഴിഞ്ഞാൽ ഈ വേദങ്ങൾക്ക് 4മതൊരു ഭാഗമുണ്ട്. നമ്മളതിനെ വേദാന്തം എന്ന് വിളിക്കും. വേദത്തിൻ്റെ അന്തം, വേദത്തിൻ്റെ അവസാനം, വേദത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പദം എന്നുള്ള അർത്ഥത്തിൽ അതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് എന്താണ്? വേദാന്തങ്ങളാണ്. വേദത്തിൻ്റെ 4മത്തെ പാദമാണ്. പക്ഷെ എന്താണ്? ഏറ്റവും അവസാനം ഉരുത്തിരിഞ്ഞു വന്നതാണ്.
വൈദികമായിട്ടുള്ള സാഹിത്യം ഉരുത്തിരിയുമ്പോൾ അതിലാദ്യം ഉണ്ടാവുന്ന സംഹിതകളാണെങ്കിൽ പിന്നീട് ഈ സംഹിതകളെ ആശ്രയിച്ചിട്ടാണ് ബ്രാഹ്മണങ്ങൾ ഉണ്ടായതെങ്കിൽ ഈ ബ്രാഹ്മണങ്ങൾക്ക് മേലെയാണ് ആരണ്യങ്ങൾ ഉണ്ടായതെങ്കിൽ ഇതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ടുള്ള വേദത്തിൻ്റെ സത്തയാണ് ഉപനിഷത്ത്. ഈ പ്രക്രിയ മുഴുവൻ കൊണ്ട് കടഞ്ഞെടുത്തിട്ടുള്ള വേദത്തിൻ്റെ ആന്തരിക സാരമാണ്, വേദം മുന്നോട്ട് വയ്ക്കുന്ന തത്വചിന്തയാണ്, നൂറ്റാണ്ടുകളായി ഋഷീശ്വരന്മാർ മനനം കൊണ്ട് സമ്പാദിച്ചെടുത്ത ബ്രഹ്മവിദ്യയുടെ രത്നച്ചുരുക്കമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിന് മാത്രം പിന്നീട് പ്രാമാണ്യം വന്നു. കാരണം വേദം മുഴുവൻ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല, സംഹിതകൾ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ബ്രാഹ്മണങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ബ്രാഹ്മണന്മാരില്ലാണ്ടായി, ആരണ്യകങ്ങൾക്ക് ആളുകൾക്ക് പോകാൻ സാധിക്കാതെ വന്നു. അപ്പോൾ കാലം മാറിയപ്പോൾ ആളുകളുടെ ആത്മീയമായിട്ടുള്ള നില മാറിയപ്പോൾ ഉപനിഷത്തുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം വന്നു. കാരണം അത് മതി, അതുകൊണ്ട് മനസ്സിലാവും. കാരണം വേദത്തെ ചുരുക്കിയതാണ്, വേദത്തെ കാച്ചി കുറുക്കിയതാണ് ഉപനിഷത്ത്. കുറേ കൂടി കഴിഞ്ഞപ്പോൾ എന്തായി, ഉപനിഷത്തും ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയണ്ടേ. ആളുകളുടെ നിലവാരം ഇങ്ങനെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ ഉപനിഷത്തുകൊണ്ടും കാര്യമില്ല എന്ന് വന്നപ്പോൾ ആളുകളിലേക്ക് പിന്നീട് ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവതരിക്കുന്നത്, ഇതിഹാസങ്ങൾ അവതരിക്കുന്നു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഇതിഹാസങ്ങളാണ് നമുക്കുണ്ടായത്. ഒന്ന് മഹാഭാരതമാണ്, ഒന്ന് രാമായണമാണ്. രണ്ട് ഇതിഹാസത്തിൻ്റെയും പിന്നിലെ ലക്ഷ്യം എന്താണ്? ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം, വേദത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള സങ്കല്പം, അതായത് ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനമാണ്, ഈ നാടിൻ്റെ ഒരു ഹൃദയനാദമാണ് വേദമെങ്കിൽ ആ വേദത്തിൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ചൈതന്യമാണ് ധർമ്മം എന്ന സങ്കല്പം. ധാരയതേ ഇതി ധർമ്മ, എന്താണോ നിങ്ങളെ ഉദ്ധാരണം ചെയ്യുന്നത്, എന്താണോ നിങ്ങളെ ഉയർത്തുന്നത്, എന്താണോ നിങ്ങളെ മെച്ചപ്പെടുത്തുന്നത്, അതാണ് ധർമ്മം. ആ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം യഥാർത്ഥത്തിൽ റത്ത് എന്ന് പറയുന്നൊരു ധാതുവിൽ നിന്ന് ഉണ്ടാവുന്നത്. ഋതം എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ട്. ഈ ഋത്ത് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൻ്റെ അർത്ഥം ഓർഡർ എന്നുള്ളതാണ്. ഈ പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചലനം, നൈസർഗികമായിട്ടുള്ള താളം. ശരിക്കും ഈ ഋത്ത് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഋതം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഋതം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ താളം എന്നുള്ള അർത്ഥത്തിലാണ് ഋതം എന്ന് ഉപയോഗിക്കുക. ഋതു എന്ന് പറയുന്ന സംസ്കൃത വാക്ക്, ഋതു എന്ന് പറഞ്ഞാൽ സീസൺസ് എന്നാണ്. നമുക്ക് 6 ഋതുക്കളുണ്ടല്ലോ, വസന്തം, ഗ്രീഷ്മം, ഹേമന്തം. അതായത് യാതൊരു മാറ്റവും ഇല്ലാതെ അതേ മട്ടിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാക്രിക വൃത്തിയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋത്ത് എന്ന് വിളിക്കുന്നത്. ഈ ഋത്ത് എന്ന് പറയുന്ന സംസ്കൃത ധാതു പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ഓർഡർ, കോസ്മിക് ആയിട്ടുള്ള ഓർഡറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഋത്ത് നിലനിർത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ദൗത്യമായിട്ട് വേദങ്ങൾ പറയുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് ഈ ലോകത്ത് മറ്റ് ജീവജാലങ്ങളെക്കാൾ എന്തെങ്കിലും സവിശേഷാധികാരമുള്ള ഒരാളല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പദ്ധതിയിലെ ഒരു ഭാഗവാക്ക് മാത്രമാണ്. മനുഷ്യന് വേണ്ടിയിട്ടല്ല പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത്, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രപഞ്ചത്തിൻ്റെ താളത്തെ സംരക്ഷിക്കലാണ് മനുഷ്യൻ്റെ ദൗത്യം എന്നാണ് കൃത്യമായിട്ട് വേദങ്ങളിലെ സന്ദേശം. അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്താൻ, ഈ ഋത്തിനെ നിലനിർത്താൻ അതിൽ നിന്ന് 2 ധാതുക്കൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ധർമ്മം, ഒന്ന് കർമ്മം. ഈ നാച്ചുറൽ ഓർഡർ നിലനിർത്താനുള്ള മനുഷ്യൻ്റെ ആ ബാധ്യതയുടെ എന്താണ്, അതിൻ്റെ ഒരു എന്താ പറയുക, ലിഖിത രൂപമാണെങ്കിൽ അതിൻ്റെ താത്വികമായിട്ടുള്ള വശമാണ് ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പദ്ധതി, അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനെയാണ് നമ്മൾ കർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ധർമ്മങ്ങളെയും കർമ്മങ്ങളെയും പറ്റിയിട്ടാണ് വേദങ്ങൾ അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. ഈ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെയാണ് പിന്നീട് നമ്മൾ ഇതിഹാസങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ രാമായണം എന്ന് പറയുന്നത് ഇതിഹാസം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? രാമായണം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു മനുഷ്യനായി തന്നെ അവതരിപ്പിക്കുക ചെയ്യുന്നത്, ഒരു വ്യക്തിയായിട്ട്. ഇനിയിപ്പോൾ തത്വമായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, ഇനി കഥയായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇനി സംഭവങ്ങളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു സംശയത്തിനും പഴുതില്ലാണ്ട് ഒരു മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ വയ്ക്കുക. അപ്പോഴാണ് ആരുണ്ടാവുന്നത്? രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ വിഗ്രഹരൂപമാണ് രാമൻ. അപ്പം രാമായണം എന്ന് പറയുന്ന കഥ എന്താ? രാമായണം എന്ന് പറയുന്ന ഇതിഹാസം എന്താ? ഇതിഹാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതിഹാസ ഇതി, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നാ. അത് കേവലം കഥയല്ല, അത് കേവലം ഭാവനയോ സങ്കല്പമോ അല്ല, പിന്നെയോ ചരിത്രാംശമുള്ള സംഭവങ്ങളെ, മഹാപുരുഷന്മാരുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് മഹത്തായിട്ടുള്ള സന്ദേശങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ചരിത്രാംശമുള്ള കഥനങ്ങളെയാണ് ഇതിഹാസങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിഹാസം കേവലം ഭാവനയില്ല, ഇതിഹാസം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ആ സംഭവിച്ച കാര്യങ്ങൾ മഹാപുരുഷന്മാരായിട്ടുള്ള മനുഷ്യരെ മുൻനിർത്തിക്കൊണ്ട് വലിയ സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് ഇതിഹാസം ഉണ്ടായത്.
അപ്പൊ രാമായണം എന്ന് പറയുന്ന ഇതിഹാസം രാമൻ എന്ന മഹാപുരുഷന്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടൊരു സന്ദേശം തരിക. എങ്ങനെയാണ് രാമൻ അവിടെ അവതരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. അവിടെ രാമൻ എന്ന കഥാപാത്രത്തിന്റെ നിർമ്മിതി എങ്ങനെയാണ്? അവിടെ വാത്മീകിയും നാരദനും കൂടിയിട്ടുള്ളൊരു സംവാദമാണ്. ആ സംവാദത്തിൽ വാത്മീകിയുടെ ചോദ്യം, കോൻവസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ആരാണ് ഈ ലോകത്ത് അങ്ങനെ ഒരാളുള്ളത്? ഗുണവാനായ, വീര്യവാനായ, ധർമ്മജ്ഞനായ, കൃതജ്ഞനായ 16 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. മാതൃകാ പുരുഷന്റെ 16 ലക്ഷണങ്ങൾ പറയുന്നു. ഈ 16 ലക്ഷണം ഒത്തിണങ്ങിയിട്ടുള്ള ഒരാൾ ആരാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ വാത്മീകി പറയുന്ന മറുപടിയാണ്, നാരദ മഹർഷി വാത്മീകിക്ക് കൊടുക്കുന്ന മറുപടിയാണ്, അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്, വളരെ ദുർലഭമാണ്. പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ ദിവ്യദേശത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ട്. ആരാ? ഇക്ഷാകു വംശപ്രഭവോ രാമ. ഇക്ഷാകു വംശത്തിൽ ഉണ്ടായിട്ടുണ്ട് രാമൻ എന്ന് പറയുന്ന ഒരാൾ. ആരാണ് രാമൻ? രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മത്തെ ഒരു വിഗ്രഹമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷാൽ ഗ്രാഹയതേ ഇതി വിഗ്രഹ. വിശേഷമായി ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉപാധി എന്തോ. ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന സങ്കല്പത്തെ വ്യവഹരിക്കാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ അതിനെ ഒരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് ഒരു ഭാവം, രൂപം, സ്വഭാവം ഒക്കെ കൊടുക്കുമ്പോൾ അതിനോട് സംവേദനം ചെയ്യാൻ നമുക്ക് എളുപ്പമാകുന്നത് എങ്ങനെയാണോ അതേപോലെ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ രാമൻ എന്നൊരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ആ ധർമ്മത്തിൻ്റെ തത്വത്തെ ഉൾക്കൊള്ളാൻ നമ്മളെ സഹായിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇതിഹാസകാരൻ. അതാണ് വാത്മീകിയുടെ ധർമ്മം. അപ്പോൾ ധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു മനുഷ്യനാക്കി അവതരിപ്പിച്ചതാണ് എന്ത്? രാമായണം. ധർമ്മം എന്നുള്ള സങ്കല്പത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയെ പറ്റിയിട്ടാണ് മഹാഭാരതം പറയുന്നത്. രണ്ടാമത്തെ ഇതിഹാസം ജയം എന്ന് പറയുന്ന ഇതിഹാസം, നമ്മളതിനെ മഹാഭാരതം എന്നാണ് വിളിക്കുന്നത്. ആ മഹാഭാരതത്തിൻ്റെ തത്വം എന്താണ്? ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്ന ആളുകളെ ധർമ്മം രക്ഷിക്കും. ഇതാണ് മഹാഭാരതത്തിലെ മഹാവാക്യം. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ രക്ഷിക്കേണ്ട ബാധ്യത മാത്രമേ ധർമ്മത്തിനുള്ളൂ. ധർമ്മത്തെ രക്ഷിക്കാത്ത ആൾക്കാരെ രക്ഷിക്കേണ്ട ബാധ്യത ധർമ്മത്തിനില്ല. മഹാഭാരതത്തിൽ ഏത് സന്ദർഭത്തെ എടുത്തു നോക്കുക, അതിൻ്റെ ഉള്ളിൽ മുഴങ്ങി നിൽക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം ഇതാ. കർണനെ വധിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് ഈ മഹാഭാരതത്തിൻ്റെ സന്ദേശം പറയുന്നൊരു സ്ഥലമാണത്. കർണനെ വധിക്കുന്നത് മഹായുദ്ധത്തിന് നടുവിൽ ഏറ്റവും വലിയ യോദ്ധാക്കളായിട്ടുള്ള, ഏറ്റവും വലിയ വില്ലാളികളായിട്ടുള്ള അർജുനനും കർണനും നേർക്കുനേരെ നിൽക്കുകയാണ്. ആര് ജയിക്കുന്നറിയാൻ ദേവതാവൃന്ദം മുഴുവൻ വന്ന് ആകാശത്ത് കാത്തു നിൽക്കുക. കാരണം ഒന്ന് ഇന്ദ്രൻ്റെ മോനും ഒന്ന് സൂര്യൻ്റെ മോനും, ഏറ്റവും വലിയ പ്രതിഭകളുടെ, ഏറ്റവും മഹാപ്രതിഭകളായിട്ടുള്ള മക്കൾ. രണ്ടാളുടെയിലും ദിവ്യാസ്ത്ര സഞ്ചയം. ആരുടെ കയ്യിൽ എന്തൊക്കെ ദിവ്യാസ്ത്രങ്ങളുണ്ടെന്ന് അറിയില്ല. അർജുനൻ്റെ കയ്യിൽ പരശതം ദിവ്യാസ്ത്രങ്ങൾ, കർണൻ്റെ കയ്യിൽ അനേകായിരം ദിവ്യാസ്ത്രങ്ങൾ. ഈ ദിവ്യാസ്ത്രങ്ങൾ തമ്മിലുള്ളൊരു സമ്മോഹന യുദ്ധമാണ്. യുദ്ധം തന്നെ നിർത്തിയിട്ട് രണ്ട് പക്ഷവും കാണാൻ നിൽക്കുകയാണ് ഇവർ തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിനിടയിലാണ് അർജുനൻ്റെ അമ്പ് കൊണ്ടിട്ട് കർണൻ്റെ രഥചക്രം തകർന്നു പോകുന്നത്. ആ രഥചക്രം തകർന്നു പോയപ്പോൾ കർണൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഒരു നിമിഷം കാത്തു നിൽക്കൂ, ഞാൻ ഈ രഥം ഒന്ന് മണ്ണിൽ നിന്ന് ഉയർത്തി വെച്ചോട്ടെ, അതുവരെയുള്ള സമയം യുദ്ധം നിർത്തി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. എന്താ പറയുക, അർജുനൻ രഥം ഉയർത്തിക്കോളൂ, അതുവരെ ഞാൻ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു. കർണൻ രഥം ഉയർത്താൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് കൃഷ്ണൻ പറയാണ്, അമ്പയച്ചോളൂ എന്ന് പറയാം. അപ്പോൾ അർജുനന് സംശയം, അതെങ്ങനെയാ ചെയ്യുക, മൂപ്പര് എന്നോട് കാത്തിക്കാൻ പറയല്ലേ, ഞാനല്ലേ പറയണ അയച്ചോളൂ എന്ന് പറയും. അപ്പം കർണൻ അവിടെ നിന്ന് ഒരു എന്താ പറയുക, രണ്ട് പുറത്തിൽ കവിയാതെ ധർമ്മത്തെ പറ്റിയിട്ട് ഉപന്യസിക്കും. അങ്ങീ ചെയ്യുന്നത് ധർമ്മമാണോ? നിരായുധനായിട്ടുള്ള ആൾക്ക് നേരെ അസ്ത്രം വയ്ക്കുന്നത് തെറ്റല്ലേ? ഞാൻ അർജുനനോട് അനുവാദം ചോദിച്ചിട്ടല്ലേ രഥചക്രം ഉയർത്താൻ പോയത്? ഞാൻ ഈ സമയത്ത് ആയുധം ധരിക്കുന്നില്ല, നിരായുധനായിട്ടുള്ള ആൾക്ക് നേരെ ആയുധം എടുക്കുന്നത് ക്ഷത്രിയ ധർമ്മമല്ല, തുടങ്ങിയിട്ട് ധർമ്മത്തെ പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം അവിടെ കാഴ്ചവെക്കും. അത് കഴിയുമ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ധർമ്മത്തെ പറ്റി പറയാൻ നിനക്കെന്ത് അധികാരം കർണ? നീ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടുണ്ടോ? നീ ഈ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ? ധർമ്മം നിന്റെ മുന്നിൽ വെച്ച് അപകടത്തിലായിട്ടുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ നീ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടുണ്ടോ? ഈ പാണ്ഡവരെ കള്ളച്ചൂത് കളിച്ചിട്ടാണ് ഈ ഇവിടെ നിന്ന് പുറത്താക്കുന്നത്, കാട്ടിലേക്ക് അയക്കുന്നത് നിനക്ക് അറിയുമായിരുന്നില്ലേ? ശകുനി കളിക്കുന്നത് കള്ളച്ചൂതാണെന്നും ആ പകിട തന്നെ കള്ളപ്പകിടിയാണെന്നും നിനക്ക് അറിയുമായിരുന്നില്ലേ? നീ അതിനെ തടയാൻ വേണ്ടി വല്ലതും ചെയ്തോ? അധർമ്മം പുരുഷാകാരം പൂണ്ട ദുര്യോധനൻ്റെ ആത്മമിത്രമായിട്ട് മാറിയിട്ടാണ് നീ. അധർമ്മം പുരുഷാകാരം പൂണ്ട ദുര്യോധനനോടൊപ്പം സ്വന്തം സഹോദരന്മാരോടുള്ള അസൂയ കൊണ്ട്, അർജുനനോടുള്ള പക കൊണ്ട്, അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഈ അധർമ്മിയുടെ ഒപ്പം അവൻ്റെ ആത്മമിത്രമായിട്ട് അവൻ തന്ന ഭിക്ഷയായിട്ടുള്ള അംഗരാജ്യം മേടിച്ച് നിന്നവനാ നീ. അവൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും യെസ് മൂളി നടന്നിട്ടുള്ള ആളാ നീ.
ഈ കള്ളച്ചൂത് കളിച്ചത് തെറ്റാണെന്ന് നിനക്ക് അറിയുമായിരുന്നു, നീ തടഞ്ഞില്ല. കാരണം അത് ചെയ്തത് ദുര്യോധനായിരുന്നു. നിന്റെ മുന്നിൽ വെച്ചിട്ടാണ് കുലവധുവായിട്ടുള്ള ദ്രൗപദിയെ, അതും രജസ്വലയായിരുന്ന ദ്രൗപദിയെ സഭാഗ്രഹത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നിട്ട് ഈ ദുശാസനൻ എന്ന് പറയുന്ന ദുഷ്ടൻ വസ്ത്രാക്ഷേപം ചെയ്തത്. അവളോട് ദുര്യോധനൻ എൻ്റെ മടിയിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞത് അത് അധർമ്മമാണ്, അനീതിയാണെന്ന് നിനക്കറിയായിരുന്നു. നീ അതിനെ തടയാൻ വേണ്ടി ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ഈ പാണ്ഡവന്മാർ അജ്ഞാതവാസക്കാലത്ത് കാട്ടിൽ ഒളിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ അജ്ഞതത പൊളിക്കാൻ വേണ്ടി, അവരുടെ തകർക്കാൻ വേണ്ടിയിട്ട്, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൈന്യത്തെ അയച്ചപ്പോൾ അവരുടെ കൂടെ പോയിട്ടുള്ള ആളാ നീ. ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്തിട്ടുള്ള ആളാ നീ. അത് അധർമ്മമാണെന്ന് നിനക്ക് അറിയായിരുന്നില്ലേ? നീ അത് തടഞ്ഞു. ഒക്കെ പോട്ടെ, 18 വയസ്സ് കഴിയാത്ത കുമാരനായിട്ടുള്ള അഭിമന്യുവിനെ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഈ മഹാരഥന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ചതിച്ചു കൊല്ലുമ്പോൾ, ആ എന്താണ് ഒരു ഇതിനെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടാണല്ലോ കൊല്ലുന്നത്. എന്തായിരുന്നു അതിൻ്റെ പേര്? ചക്രവ്യൂഹം. ആ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിനുള്ളിൽ അകപ്പെടുത്തിയിട്ട് ചതിച്ചു കൊല്ലുമ്പോൾ ആ കൊന്നവരുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് നിന്നവനാ നീ. ആ അഭിമന്യുവിനെ ആക്രമിക്കാൻ മുന്നിൽ നിന്നവനാ നീ. അത് അധർമ്മമാണെന്ന് നിനക്ക് അറിയായിരുന്നില്ലേ? അപ്പം നീ ഒരു ഘട്ടത്തിലും സംരക്ഷിക്കാത്ത ധർമ്മം, നീ എല്ലാ കാലത്തും നിഷേധിച്ചിട്ടുള്ള ധർമ്മം, നീ തരിമ്പ് വില കൊടുക്കാത്ത ധർമ്മം, നിനക്ക് അപകടം വരുമ്പോൾ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെ രക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയും ധർമ്മത്തിലില്ല. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ രക്ഷിക്കാത്തവരെ ധർമ്മം രക്ഷിക്കില്ല. നമ്മളിൽ പലരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് അടച്ചാലും അടച്ചില്ലെങ്കിലും കാലം കൂടുമ്പോൾ നമുക്ക് പ്രീമിയം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ധർമ്മം എന്നുള്ളതാണ്. അല്ല, കൃത്യമായിട്ട് തവണ അടയ്ക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ധർമ്മം. അതില്ലാത്തവർക്ക് ഇതിൻ്റെ യാതൊരു സംരക്ഷണയ്ക്കുള്ള അധികാരമില്ല. അപ്പം ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞത് ഇതിഹാസങ്ങളിലൂടെ പറഞ്ഞത്. ധർമ്മം എന്താണെന്ന് രാമായണം പറഞ്ഞു. ആ ധർമ്മത്തെ രക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയെപ്പറ്റി മഹാഭാരതം പറഞ്ഞു. ധർമ്മം എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മുടെ വിജ്ഞാനീയത്തെ ചുരുക്കി കൊണ്ടുവന്നു. ഏറ്റവും ലളിതമായിട്ട് ധർമ്മത്തെ നിങ്ങൾ മനസ്സിലാക്കൂ, ബാക്കിയൊക്കെ തന്നെ ധർമ്മം പഠിപ്പിച്ചോളും എന്നായി. അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാണ്ട് വന്നപ്പോഴാണ് എന്തുണ്ടായത്? പുരാണങ്ങളുണ്ടായത്. പുരാണം എന്ന് പറയുന്നത് ചരിത്രാംശമുള്ള കഥകളല്ല, മഹാപുരുഷന്മാരുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ടുമല്ല. അതിൽ ഭാവനയുണ്ട്, അതിൽ സങ്കല്പമുണ്ട്. അതിൽ പറയുന്നതിനൊന്നും എന്താ പറയുക, വാചികമായിട്ടുള്ള അർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെയൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള തത്വങ്ങളാണ്. ആ തത്വങ്ങളെ ആളുകളിലേക്ക് എന്താ പറയുക സഞ്ചരിപ്പിക്കാൻ വേണ്ടി കഥകളുടെ ചിറകുകൾ കൊടുത്തപ്പോഴാണ് അത് പുരാണങ്ങളായത്. ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഈ പറയുന്ന പുസ്തകങ്ങളൊന്നും വായിക്കാണ്ട് ഈ പുരാണങ്ങളിലെ കഥകളൊക്കെ അറിയാം. അതെങ്ങനെ അറിയുന്നത് വെച്ചാൽ അത് കഥകളായതുകൊണ്ടാണ്. കഥകൾക്ക് കാലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള നൈസർഗികമായിട്ടുള്ള ശേഷിയുണ്ട്. കഥയില്ലാണ്ട് കേവലമായിട്ടുള്ള തത്വമാണെങ്കിൽ ഇതിന് മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് വേദത്തിലൊരു വാക്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഉപനിഷത്തിൽ ഏതെങ്കിലും ഒരു മഹാവാക്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഇതിഹാസങ്ങളിൽ ഏതെങ്കിലും സന്ദർഭം ചോദിച്ചാലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ പുരാണ കഥ നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തലമുറകളിലൂടെ പകർന്നു വന്നിട്ടുള്ളതാണ്. കഥകളുടെ നൈസർഗികമായിട്ടുള്ളൊരു ശേഷിയാണ് കാലാന്തര സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ കയ്പുള്ള ഗുളിക കഴിക്കാൻ മടിക്കുന്ന കുട്ടിക്ക് അത് മധുരമുള്ള ശർക്കരയിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ അതികഠിനമായിട്ടുള്ള വൈദിക തത്വങ്ങളെ വളരെ സരളമായിട്ടുള്ള കഥകൾക്കുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ളതാണ് പുരാണം. അതിലെ കഥയല്ല നമ്മൾ കാണേണ്ടത്, ശർക്കരയല്ല നിങ്ങൾ തിന്നത്, അതിൻ്റെ ഉള്ളിലെ ഗുളികയാണെന്നതുപോലെ ആ കഥയല്ല നമ്മൾ കഴിക്കുന്നത്, ആ കഥയ്ക്കുള്ളിൽ ഒരു തത്വമുണ്ട്. ഈ തത്വം മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് എന്താ ഗണപതിക്ക് ആനത്തലയല്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും, അല്ലേ? ഇത് എന്താണ്, ഇത് ആദ്യത്തെ സർജറിയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് തലമുറകളെ വഞ്ചിക്കാൻ ചിലർ ശ്രമിക്കുന്നു, പാഠപുസ്തകങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആളുകൾ വിഡ്ഢിത്തം പറയും. എന്താണെന്ന് വെച്ചാൽ ഈ തത്വവും ഇത്തും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. തത്വമാണ് ഇവിടെ കൊടുത്തത്. ആ ഈ കഥയ്ക്കുള്ളിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സങ്കല്പം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഭാരതീയ വൈജ്ഞാനികതയുടെ ആ ഗ്രന്ഥസമുച്ചയങ്ങളുടെ ഒരു സഞ്ചാര പദ്ധതി എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിൽ ഭഗവത്ഗീതനെ പറ്റിയിട്ടാണ് എന്നോട് പറയാൻ പറഞ്ഞത്. ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഭഗവത്ഗീതയിലേക്ക് എത്താനാണ് ഞാൻ ഇത്രയും ചുറ്റി സഞ്ചരിച്ച് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗീത ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സംഗതിയാണ്. ഗീത ഇതെല്ലാമാണ്. ഗീത എന്ന് പറഞ്ഞാൽ വേദമാണ്, ഗീത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപനിഷത്താണ്, ഗീത എന്ന് പറഞ്ഞാൽ ഇതിഹാസമാണ്. ഗീതയിൽ പല പുരാണത്തിൻ്റെ അംശങ്ങൾ കൂടി ചേർന്നിട്ടുമുണ്ട്. അതായത് ഉപനിഷത്ത് സാര സർവസ്വം എന്നാണ് ഗീതനെ വിളിക്കുക. ഉപനിഷത്തുകളുടെ മുഴുവൻ സത്തയെ കാച്ചി കുറുക്കിയത് എന്താണ്? അതാണ് ഗീത.
ഏറ്റവുമേറെ വായിക്കപ്പെട്ട, ഏറ്റവുമേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട 200-ലേറെ ഭാഷകളിലേക്ക് ഭഗവത്ഗീത വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഭഗവത്ഗീത പ്രചാരത്തിലുണ്ട്. ഇന്ത്യൻ ദേശീയ മുന്നേറ്റത്തെ പോലും പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഗീത. ഭാരതീയത എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അടിത്തറയെ നിർമ്മിക്കുന്ന കൃതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസ്ഥാനത്രയങ്ങളിലുണ്ട് ഗീത. ഉപനിഷത്തുകളിലെ ഏറ്റവും എന്താ പറയുക, കിരീടം ധരിച്ച ഉപനിഷത്തായിട്ട് ഗീതേനെ കണക്കാക്കുന്നുണ്ട്. ഗീതേനെ സാക്ഷാൽ ഭഗവതിയായി തന്നെ കണക്കാക്കുന്നുണ്ട് അല്ലേ. ഗീതേനെ എന്താണ് ഒരു ഗീതാ ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ചൊല്ലുന്ന ഗീതാ ശ്ലോകം ഉണ്ടല്ലോ, അഷ്ടാദശാധ്യായിനി എന്ന് പറഞ്ഞിട്ട് ഗീതയെ വർണ്ണിക്കുന്ന ഭഗവതി അഷ്ടാദശാധ്യായിനി എന്ന് പറയുന്ന ഭഗവതിയാണ്, സാക്ഷാൽ ഭഗവതിയാണ്. 18 അധ്യായങ്ങളിൽ അവതരിച്ചിട്ടുള്ള സാക്ഷാൽ ശ്രീമദ് ഭഗവതി തന്നെയാണ് ഗീത എന്നുള്ള അർത്ഥത്തിൽ അതിനെ ദേവതയായിട്ട് ആരാധിക്കുന്നുണ്ട്. ഗീതാ ജയന്തി ആചരിക്കപ്പെടുന്നുണ്ട്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസം ഗീതാ ജയന്തി ദിനമായിട്ട് ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള, ആഘോഷിക്കപ്പെട്ടിട്ടുള്ള, എന്നാൽ അതേ സമയത്ത് ഒരു കാലത്തും പുതുമ നഷ്ടപ്പെടാതെ എല്ലാ കാലത്തും വായിക്കുന്നവരെ മുഴുവൻ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അദ്ഭുതമായിട്ടുള്ള കൃതിയാണ് ഗീത. ഭഗവത്ഗീത നിങ്ങൾക്ക് അറിയുന്നത് പോലെ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിൻ്റെ നടുവിലെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. മഹാഭാരതത്തിൻ്റെ 6ാമത്തെ അധ്യായമായിട്ടുള്ള ഭീഷ്മപർവത്തിലാണ് ഗീത വരുന്നത്. മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു നിർണായക സന്ദർഭത്തിലാണ് ഗീത വരുന്നത്. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അർജുനൻ തൻ്റെ തേരാളിയായിട്ടുള്ള കൃഷ്ണനോട് ആദ്യം യുദ്ധഭൂമിയുടെ നടുവിലേക്കൊന്ന് തേരയക്കൂ, ഞാൻ 2 പക്ഷത്തെ സൈന്യത്തെ ഒന്ന് കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ നേരെ യുദ്ധഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയിട്ട് തേരിനെ നിർത്തുമ്പോൾ അർജുനൻ നോക്കുമ്പോൾ കാണുകയാണ്, ഒരു ഭാഗത്ത് അതാ നിൽക്കുന്നു അക്ഷൗഹികളിലായിട്ട് പരന്ന് കിടക്കുന്ന കൗരവസേന. അതിൽ തൻ്റെ എല്ലാ ബന്ധുക്കളും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തച്ഛനായിട്ടുള്ള ഭീഷ്മരതിലുണ്ട്, തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ദ്രോണനതിലുണ്ട്, തൻ്റെ സഹോദരങ്ങൾ മുഴുവൻ അവിടെയുണ്ട്, എല്ലാവരും, വിതുരനുണ്ട്, എല്ലാവരും അവിടെ നിൽക്കുകയാണ്. നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് നോക്കുന്നു, അതാ കാണുന്നു പാണ്ഡവസേന തൻ്റെ സഹോദരങ്ങളെല്ലാം തങ്ങളുടെ സഹോദരങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു വലിയ കെടുതി, വലിയ വിപത്ത്, മരണങ്ങളുടെ ഘോഷയാത്ര ഇങ്ങനെ മുന്നിൽ കാണുകയാണ്. ആ സമയത്ത് അർജുനൻ്റെ ഒരു ദൗർബല്യം ഉണ്ടാവുക. അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാന്ധിയോ എന്ന് പറയുന്ന വില്ല് ഊർന്നു വീണു പോവുകയാണ്. എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ രഥത്തിൽ തളർന്നിരുന്ന് പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് ഗീത ആരംഭിക്കുന്നത്. ഗീത ഈ മഹാഭാരത യുദ്ധം നേരിട്ട് കാണാൻ സാധിക്കാത്ത ധൃതരാഷ്ട്രർക്ക് അത് വിവരിച്ചു കൊടുക്കാനുള്ള അനുഗ്രഹം വ്യാസൻ കൊടുക്കുന്നുണ്ട്, സഞ്ജയൻ എന്ന് പറയുന്ന ആൾക്ക്. ആ സഞ്ജയനാണ് ഈ മഹാഭാരത യുദ്ധം ഇങ്ങനെ കണ്ടുകൊണ്ട് അത് നടന്നതുപോലെ ഇങ്ങനെ ഈ ധൃതരാഷ്ട്രർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഗീത. സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ പരസ്പരം പോരിനൊരുങ്ങി നിൽക്കുന്ന എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജയ എന്ന് നോക്കിയിട്ട് എന്നോട് അതുപോലെ പറഞ്ഞു തരൂ. അപ്പോൾ സഞ്ജയൻ നോക്കുകയാണ്. അപ്പോൾ സഞ്ജയൻ കാണുന്ന കാഴ്ചകളാണ്. ഇതിൽ അർജുന വിഷാദ യോഗത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലേ. അർജുനൻ്റെ ദുഃഖം ഈ പറയുന്ന യുദ്ധഭൂമിയിൽ വന്നിട്ട് തൻ്റെ സഹോദരങ്ങൾക്ക്, തൻ്റെ ബന്ധുക്കൾക്ക്, തൻ്റെ ഗുരുനാഥന്മാർക്ക് നേരെ ഞാൻ അസ്ത്രമെടുക്കേണ്ടി വരും, ആയുധം പ്രയോഗിക്കേണ്ടി വരും എന്ന ചിന്തയിൽ തളർന്നു പോയിട്ടുള്ള അർജുനൻ ക്ലൈഭ്യം കൊണ്ട്, മോഹം കൊണ്ട്, എന്താ പറയുക, ധർമാശങ്ക കൊണ്ട് പലതരത്തിലുള്ള അബദ്ധങ്ങൾ പറയുകയാണ്. ഞാൻ പറയല്ല കേട്ടോ, അത് ഭഗവാൻ പറയാ. ഭഗവാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ കഠിനമായിട്ട് ശകാരിക്കുന്നുണ്ടല്ലോ അർജുനനെ. ക്ലൈഭ്യം വിടൂ, ഇങ്ങനെയുള്ള അപൗരുഷമായിട്ടുള്ള വർത്തമാനം പറയാതിരിക്കൂ, ഇത് ക്ഷത്രിയ ഗുണമല്ല, നിന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ വിഡ്ഢിത്തം പുലമ്പുകയാണ് എന്ന് പറഞ്ഞ് ശകാരിക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ അർജുന വിഷാദയോഗം നമ്മൾ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന, നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മസങ്കടത്തിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള അവതരണമാണ്. അർജുനൻ്റെ ആദ്യത്തെ ചോദ്യം എനിക്ക് വളരെ പേഴ്സണലായി തോന്നാറുണ്ട് പലപ്പോഴും, ഇത് എൻ്റെ തന്നെ ചോദ്യമാണല്ലോ എന്ന്. അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനച്ഛിന്നവിവാർഷ്ണേയ ബലാദിവ നിയോജിത. ആഗ്രഹിക്കുന്നില്ലെങ്കിലും ബലമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ ഈ പുരുഷൻ പാപങ്ങൾ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ പാപമാണ്, പക്ഷെ അത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആരോ ബലമായി നിയോഗിച്ചതുപോലെ ഞാൻ എന്തുകൊണ്ടാണ് ഈ പാപം ചെയ്യുന്നത്?
അങ്ങനെ സംശയാലുവായിട്ടുള്ള സന്ദേഹിയായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള അർജുനൻ അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടങ്ങൾ മുഴുവൻ സാക്ഷാൽ ഭഗവാന് മുന്നിൽ കെട്ടഴിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളിലായി ആ ഭഗവാന്റെ മറുപടി. ഭഗവത്ഗീത എന്താണ്? ദ സെലസ്റ്റിയൽ സോങ് ആണ്. ഗീത എന്ന് പറഞ്ഞാൽ പാട്ട് എന്നർത്ഥം. സാക്ഷാൽ ഈശ്വരൻ്റെ വാണി, സാക്ഷാൽ ഈശ്വരൻ്റെ ഗാനം, മനുഷ്യരാശിയുടെ സന്ദേഹങ്ങൾ മുഴുവൻ നിവർത്തിക്കാൻ അവതാരമെടുത്തു വന്ന ഈശ്വരൻ. എനിക്ക് തോന്നുന്നില്ല ലോകത്തിലെ വേറെ ഏതെങ്കിലും മതത്തിലോ സംസ്കാരത്തിലോ മനുഷ്യനോട് ഈശ്വരൻ നേരിട്ട് സംസാരിച്ച മറ്റൊരു അനുഭവം ഉണ്ടെന്ന്. ബാക്കി എല്ലായിടത്തും നടുവിലൊരാളുണ്ട്, ഒരു മധ്യസ്ഥനുണ്ട് അല്ലേ? ഏത് മതവും ഏത് സംസ്കാരവും നിങ്ങൾ നോക്കിക്കോളൂ, അവിടെ ഈശ്വരൻ മനുഷ്യരോട് സംസാരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു പ്രവാചകൻ വഴിയാണ്, അല്ലെങ്കിൽ ഒരു മാലാഖ വഴിയാണ്, അതല്ലെങ്കിൽ ഒരു പുത്രൻ വഴിയാണ്. ആരെങ്കിലും ഒരു മധ്യവർത്തി നടുവിൽ നിൽക്കുന്നുണ്ട്. അതല്ലാതെ മനുഷ്യരാശിയോട് മുഴുവൻ ഈശ്വരൻ പ്രത്യക്ഷ രൂപത്തിൽ വന്ന് വിശ്വരൂപ ദർശനമൊക്കെ നടത്തിയിട്ട് ഈ സംശയമൊന്നും വേണ്ട, ഞാൻ തന്നെയാണ്, ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ദാ കണ്ടോളൂ, വിശ്വരൂപ ദർശനമൊക്കെ നടത്തിയിട്ട് സാക്ഷാൽ ഈശ്വരൻ പറയാണ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഈശ്വരൻ പറഞ്ഞു തന്ന സാധനം പോലും പാലിക്കാതെ നടക്കുന്ന വേറെ സമൂഹം ഇല്ല കേട്ടോ. അതൊരു കാര്യമാണ്. ഈശ്വരൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള സമൂഹം വേറെ ഇല്ലാത്തതുപോലെ ഈശ്വരൻ നേരിട്ട് വന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം കയ്യിലുണ്ടായിട്ട് 700 ശ്ലോകമേ ഉള്ളൂ, ദിവസം ഇരുന്ന് വായിക്കാവുന്ന കാര്യമുള്ളൂ. എന്നാലും അത് തുറന്നു നോക്കാത്ത ആൾക്കാർ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. എന്നിട്ട് നമ്മളിത് മറ്റേ പാക്കറ്റിൽ അനുഗ്രഹം എവിടെയാണ് കിട്ടുക നോക്കിയിട്ട് നടക്കുന്നുണ്ട്. അവിടെ എവിടെന്നെങ്കിലും പാക്കറ്റിൽ അനുഗ്രഹം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിക്കാൻ പോകാൻ ആളുണ്ട്. ഈശ്വരൻ നേരിട്ട് വന്ന് അവതരിച്ച് പറഞ്ഞു തന്നിട്ടുള്ള സാധനം മുന്നിലിരിക്കുന്നുണ്ട്, തുറന്നു നോക്കാൻ നമ്മൾ തയ്യാറുമല്ല. ഈ ചോക്കുമലയിൽ ഇരുന്ന കുട്ടി ചോക്ക് അന്വേഷിച്ച് പോയതുപോലെ ഈ പറയുന്ന എന്താ പറയുക, ഈ പുണ്യഭൂമിയായിട്ടുള്ള ദിവ്യഭൂമിയായിട്ടുള്ള ഭാരതദേശത്ത് വന്ന് ജനിച്ചതൊരു ഭാഗ്യം. ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള മൂപ്പാവുമ്പോഴത്രേ ഭാരതത്തിൽ വന്ന് ജനിക്കുക. ഈ നിരന്തര ജനന മരണങ്ങളുടെ വാർത്തുള ചക്രം ഭേദിച്ചുകൊണ്ട് അവസാനം നമ്മൾ മോക്ഷം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ജനിക്കേണ്ടതില്ലാത്ത അവസ്ഥ, സദ്ഗതി, വിഷ്ണുവാദത്തിൽ ലയിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ആ സംഭവം അതിൻ്റെ ആത്മാവ് പ്രാപ്തമാകുമ്പോഴത്രേ അത് ഭാരതത്തിൽ വരുള്ളൂ. ഭാരതത്തിൽ മരിക്കുമ്പോഴേ അവന് മോക്ഷമുള്ളൂ. അങ്ങനെ പുണ്യഭൂമിയായ ദിവ്യഭൂമിയായിട്ടുള്ള ഈ ഭാരതദേശത്ത് വന്ന് സാക്ഷാൽ ഈശ്വരൻ ജനിച്ച, ജീവിച്ച, നടന്ന ആ മണ്ണിൽ ജീവിച്ചിട്ട് ആ ഈശ്വരൻ പറഞ്ഞു തന്ന വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ട്, ഈശ്വരൻ എന്താ പറയുക നേരിട്ട് അവതരിച്ചിട്ടുള്ള ദേശങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ട് ഇതിനെല്ലാം നിഷേധിച്ച് നടക്കുക എന്ന് പറയുന്നത് എന്തൊരു വൈചിത്രിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അമൃതകുംഭം കയ്യിലിരുന്നുകൊണ്ട് ജരാനരയെ ശപിക്കുന്നത് പോലെ നമ്മൾ എല്ലാ വൈദ്യവും എല്ലാ ഔഷധവും നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമ്മൾ രോഗം മാറാത്തതിനെ പറ്റി നിരന്തരം പരിഭ്രാന്തിയിലാണ്. ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് വേണ്ടേ നമ്മൾ പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും ഈശ്വരൻ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഈശ്വരൻ്റെ വാണിയാണ്, അത് സെലസ്റ്റിയൽ സോങ് ആണ്. സാക്ഷാൽ ഈശ്വരൻ നേരിട്ട് പറയണം. അങ്ങനെ 18 അധ്യായങ്ങളായിട്ട് 700 ശ്ലോകങ്ങളായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത. നിങ്ങൾക്ക് ഗീതയെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് അതിസാഹസമാണ്, പക്ഷേ എൻ്റെ വിഷയം ഗീത ആയതുകൊണ്ട് അത് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗീത എന്ന് പറയുന്നത് ഉപനിഷത്ത് സാര സർവസ്വമാണ്. ഉപനിഷത്തുകളിലുള്ള തത്വങ്ങൾ ഏറ്റവും ചുരുക്കി ഏറ്റവും കാച്ചി കുറുക്കി സംഗ്രഹിച്ച് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേദങ്ങൾ മുഴുവൻ പഠിക്കാൻ സമയമില്ലേ? പോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ സംഹിതകളും ബ്രാഹ്മണങ്ങളും ആരണ്യങ്ങളും പഠിക്കാൻ പറ്റില്ലേ? കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഉപനിഷത്തുകൾ മുഴുവൻ വായിക്കാൻ പറ്റില്ലേ? ഉപനിഷത്ത് മുഴുവൻ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഉപനിഷത്തുണ്ട്. അതിലിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുന്ന സമയത്ത് ആചാര്യസ്വാമികൾ വരെ 10 ഉപനിഷത്തുകൾക്ക് ഭാഷ്യം ചമച്ചിട്ടുള്ളൂ. ദശോപനിഷത്ത് പറയും. 10 ഉപനിഷത്തുകൾ ആണ് ഇപ്പോൾ നമ്മൾ തെരഞ്ഞു പിടിച്ചിട്ടുള്ള ദശോപനിഷത്തുകൾ. നിങ്ങൾക്ക് 10 ദശോപനിഷത്തും വായിക്കാൻ സമയമില്ലേ? ഒരു കുഴപ്പമില്ല, ഒരു ഗീത വായിച്ചാൽ മതി. ഗീത മാത്രം വായിച്ചാൽ ഗീതയിൽ ഈ സന്ദേശങ്ങളെ മുഴുവൻ വളരെ കൃത്യമായി, വളരെ വ്യക്തമായി, എന്നാൽ വളരെ ലളിതമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഗീതയുടെ പ്രസക്തി. ഓരോ സംശയത്തിനും, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഓരോ സംശയത്തിനും ഈശ്വരൻ നേരിട്ട് മറുപടി പറയുന്ന മട്ടിലാണ് അർജുനൻ്റെ ചോദ്യങ്ങൾ, ഭഗവാന്റെ മറുപടികൾ. അർജുനൻ്റെ എന്താ പറയുക ചപലമായിട്ടുള്ള ചോദ്യങ്ങൾ, അതിന് ഭഗവാന്റെ ജ്ഞാനഗംഭീരമായിട്ടുള്ള മറുപടികൾ. ഇനി അർജുനന് വേണ്ടി മാത്രമല്ല, ഈ സംശയങ്ങളിൽ ഉടലെടുക്കാൻ സാധ്യതയുള്ള മുഴുവൻ മനുഷ്യരെയും മനസ്സിൽ കണ്ടുകൊണ്ട് സ്നേഹസ്വരൂപനായിട്ടുള്ള, പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ജ്ഞാനത്തെ മുഴുവൻ കൊടുത്തിരിക്കുക. ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനത്തെ, ഏറ്റവും ഗൂഢമായിട്ടുള്ള ജ്ഞാനത്തെ, ഒരുപക്ഷെ 100 കണക്കിന് വർഷങ്ങൾ ഋഷീശ്വരന്മാർ തപസ് ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ജ്ഞാനത്തെ വെറുതെ നമുക്ക് തരിക. ഏറ്റവും അവസാനം മുമ്പിൽ പറയുന്നുണ്ട്, ഇനി നിങ്ങളത് അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങൾ കേൾക്കണമെങ്കിൽ കേൾക്കുക, കേട്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഏറ്റവും നല്ലതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഇതിതേ ധർമ്മമഖ്യാതം ഗുഹ്യം ഗുഹ്യതരം മയാത് വിമർശ്യേ ഇതത്തശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. Thus I have given to you the profoundest of all secret knowledge. Deliberate upon it fully and then do what you wish to do. ഇതാ ഞാൻ നിങ്ങൾക്ക് ഈ ലോകത്തിലെ രഹസ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനത്തെ മുഴുവൻ തന്നിരിക്കുന്നു. ഇതിനെ നല്ലോണം വിമർശന ബുദ്ധിയോടുകൂടി പഠിച്ചുകൊള്ളുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. ഇതനുസരിക്കണം എന്നില്ല, ഇതനുസരിക്കേണ്ടതാ തോന്നുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ തന്നത് എന്താണ്? ദ പ്രൊഫൗണ്ടസ്റ്റ് ഓഫ് ഓൾ സീക്രട്ട് നോളജ്. എല്ലാ ഗുഹ്യം ഗുഹ്യതരം മയാത്, രഹസ്യങ്ങളിലെ രഹസ്യമായിട്ടുള്ള ജ്ഞാനം ഇത് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതാണ് ഗീത. ഗീതയുടെ ഒരു ഭഗവത്ഗീതയുടെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു കാലഘട്ടം വരെ, ഭഗവാന്റെ കാലഘട്ടം വരെ ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായിരുന്നിരുന്ന ചില കാര്യങ്ങൾ, ഇപ്പം സദ്ഗതി, മോക്ഷം, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം, അറിവ് തുടങ്ങിയിട്ടുള്ള സംഗതികളെ എല്ലാവരുടേതുമാക്കി മാറ്റുന്ന ഒരു വിപ്ലവം ഗീതയിലൂടെ നടന്നു. അന്ന് വരെ വിചാരിച്ചിരുന്നത് എന്താണ്? അന്ന് വരെ വിചാരിച്ചിരുന്നത് ഈ പറയുന്ന ആധ്യാത്മികത എന്നൊക്കെ പറയുന്നത് വളരെ ഉയർന്ന ഒരു സമൂഹത്തിന് മാത്രം ഉണ്ടായിരുന്നൊരു സാധനം. താഴെയുള്ള ആളുകൾക്കൊന്നും ആധ്യാത്മികതയൊന്നുമില്ല. അവർ അന്നന്നത്തെ നിത്യജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക, ആ പണിയുടെ വരുമാനം കൊണ്ട് ജീവിക്കുക, മരിക്കുക. ഇതിനെ ഈ തലങ്ങളെയൊക്കെ ഭേദിച്ചു പോയിട്ടുള്ള ചില ആളുകൾക്കാണ് ആധ്യാത്മികതയ്ക്കൊക്കെയുള്ള അവകാശം. സന്യാസിമാർക്ക് മാത്രമേ മോക്ഷമുള്ളൂ, ഗൃഹസ്ഥാശ്രമികൾക്കൊന്നും മോക്ഷമില്ല. ഈ മോക്ഷം എന്നൊക്കെ പറയുന്ന സന്യാസത്തിൻ്റെ പദം വരെ എത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സങ്കല്പത്തെയാണ് ഭഗവാൻ വളരെ നിസ്സാരമായിട്ട് ഒടിച്ചു കളയുന്നത്. ഭഗവാൻ പറയുന്നു, ഒരു സന്യാസിയോളം തന്നെ ശ്രേഷ്ഠനാണ് തൻ്റെ ദൗത്യങ്ങൾ സ്വധർമ്മം നിർവഹിച്ചുകൊണ്ട് കുടുംബഭരണം നടത്തുന്ന ഒരു ഗൃഹസ്ഥൻ. ഒരു ഗൃഹസ്ഥൻ്റെ ദൗത്യം കുടുംബഭരണം എന്ന് പറയുന്ന, അയാളുടെ സ്വധർമാനുഷ്ഠാനം എന്ന് പറയുന്ന അയാളുടെ ദൗത്യം അയാൾ നന്നായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അയാളൊരു സന്യാസിയേക്കാൾ ഒട്ടും കുറവല്ല. അപ്പോൾ എല്ലാ യോഗങ്ങളുടെയും ഐക്യത്തെപ്പറ്റി, അതിൻ്റെ സമാനതയെപ്പറ്റി ഗീത പറഞ്ഞു വെച്ചു എന്നാണ്. ഈ മോക്ഷത്തിലേക്കുള്ള നിരവധി മാർഗങ്ങളെപ്പറ്റി നമ്മുടെ ശാസ്ത്രങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാഖ്യയോഗം പോലെയുള്ള യോഗങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ഭക്തിയോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ഈശ്വരനിലേക്ക്, പരമതത്വത്തിലേക്ക് ഭക്തിയിലൂടെ സഞ്ചരിക്കുക. നമുക്ക് വേറെ ശാസ്ത്രവും ഗ്രന്ഥമൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പിതമായിട്ടുള്ളൊരു മനസ്സുണ്ട് ഭഗവാനിൽ. ആ ഭഗവാനിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഈശ്വരനിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ചിട്ട് നമ്മൾ സദ്ഗതി പ്രാപിക്കുക, മോക്ഷം എന്ന് പറയുന്ന പദത്തിലേക്ക് എത്തുക. അങ്ങനെ ചെയ്തിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അതിന് മുകളിൽ ജ്ഞാനയോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ഭക്തി കൊണ്ടല്ല, അറിവ് കൊണ്ട് ഈശ്വരനിലേക്ക് എത്തിച്ചേരുക. നമ്മൾ ഈ പറയുന്ന ഹൈന്ദവ വൈജ്ഞാനികത്തെ മുഴുവൻ നല്ലവണ്ണം പഠിച്ചുകൊണ്ട്, ഭഗവാൻ പറയുന്ന പോലെ വിമർശന ബുദ്ധിയെ പഠിച്ചുകൊണ്ട്, ഈ ബ്രഹ്മസൂത്രങ്ങളെയും ഭഗവത്ഗീതയും ഉപനിഷത്തും ഈ പറയുന്ന വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ പഠിച്ചിട്ട് ഈശ്വരൻ എന്താണ്, ആത്മൻ എന്താണ്, ബ്രഹ്മൻ എന്താണെന്ന് ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഈ തലത്തെ ഭേദിക്കുക. അങ്ങനെ ബ്രഹ്മപദത്തിലേക്ക് എത്താം. മൂന്നാമത്തെ കർമ്മയോഗം എന്ന് പറയുന്നുണ്ട്. ഫലേച്ഛയില്ലാണ്ട് കർമ്മം ചെയ്യുക, നിരന്തരമായിട്ട് കർമാനുഷ്ഠാനം നടത്തിക്കൊണ്ടിരിക്കുക, ഫലേച്ഛ ഇല്ലാണ്ട് കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുന്നത് നമ്മുടെ ദൗത്യമാണെന്നും അതിൻ്റെ ഗുണം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിഷ്കാമ കർമ്മിയുടെ മനസ്സോടുകൂടി ഫലേച്ഛ ഇല്ലാണ്ട് കർമ്മം ചെയ്യുന്നത് മോക്ഷത്തിലേക്കൊരു മാർഗ്ഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കർമ്മങ്ങൾ എപ്പോഴും കർമ്മഫലങ്ങളെ അവശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മഫലങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താ, കർമ്മഫലം തീർക്കാൻ വേണ്ടി നമുക്ക് പുനർജന്മം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു കർമ്മം ചെയ്യുന്നു, അപ്പോൾ അതൊരു ബാക്കി വയ്ക്കുന്ന ഒരു കർമ്മഫലം, ആ കർമ്മഫലം വീട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ചക്രത്തുനിന്ന് മോചനം കിട്ടുന്നില്ല. ജനിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക തുടങ്ങിയിട്ടുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഈ ബാഗേജ് ഓഫ് കർമ്മഭാണ്ഡങ്ങൾ, ഈ കർമ്മഭാണ്ഡങ്ങളിൽ നമുക്ക് മുക്തി ഉണ്ടാവുന്നില്ല. ഇതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഫലേച്ഛ ഇല്ലാണ്ട് കർമ്മം ചെയ്യുമ്പോൾ നീ കർമ്മം ചെയ്യുക എന്നുള്ളത് നിൻ്റെ ദൗത്യമാണ്. പക്ഷേ അതിൽ നിന്ന് എന്ത് കിട്ടണം, ഈ കർമ്മം കൊണ്ട് എനിക്ക് ഇന്ന റിസൾട്ട് ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ ആ കർമ്മം കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നില്ല, അത് ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കർമ്മം നിൻ്റെ കർമ്മഭാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അത് നിൻ്റെ മോക്ഷത്തെ, നിൻ്റെ സദ്ഗതിയെ അത് തടസ്സപ്പെടുത്തില്ല. അങ്ങനെ ഒരു മാർഗമുണ്ട്. അതാണ് കർമ്മയോഗം എന്ന് പറയുന്ന മൂന്നാമത്തെ മാർഗം. നാലാമത്തെ മാർഗമാണ് രാജയോഗം. യോഗത്തിലൂടെ
ഈ പറയുന്ന എന്താ പറയുക ഈ ഹഠയോഗം പോലെയുള്ള പദ്ധതികളിലൂടെ നമുക്ക് ഈ പതഞ്ജലി മഹർഷി സൂചിപ്പിക്കുന്ന യോഗസൂത്രത്തിൻ്റെ പദ്ധതിയിലൂടെ ഈശ്വരാംശത്തെ പ്രാപിക്കുന്ന പരമപദത്തെ പ്രാപിക്കുന്ന ഒരിതുണ്ട്. ഇത് നാലും ഒരുപോലെ ഉത്കൃഷ്ടമാണെന്നും നാലും ഒരുപോലെ ശ്രേഷ്ഠമാണെന്നും ഭക്തിക്ക് മുകളിലല്ല ജ്ഞാനെന്നും ജ്ഞാനത്തിന് മുകളിലല്ല സന്യാസെന്നും ഇതിന് മുകളിലല്ല രാജയോഗം എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഹയറാർക്കിയെ ഭേദിക്കുകയും ഭക്തിക്ക് സന്യാസത്തിൻ്റെ അത്ര തന്നെ സ്ഥാനവും പ്രാമാണ്യവും കൽപ്പിക്കുകയും അതോടുകൂടി തന്നെ സാധാരണക്കാരുടെ ഈശ്വരാനുഭവം എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്നില്ല. ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും ഏറ്റവും പണ്ഡിതനായിട്ടുള്ള സന്യാസിയുടെയോ ഏറ്റവും എന്താ പറയുക അക്കോംപ്ലിഷ്ഡ് ആയിട്ടുള്ള യോഗിയുടെയോ അതേ അധികാരമുണ്ട് ഈശ്വരപദത്തിലേക്ക് എത്തിച്ചേരാൻ എന്ന സിദ്ധാന്തത്തെ സമർത്ഥിച്ചുകൊണ്ട് ഈ പറയുന്ന ഭക്തിക്ക് വലിയൊരു സാധ്യത കൊടുക്കുകയാണ്. സാധാരണക്കാരൻ്റേത് കൂടിയാക്കി മാറ്റുക ആധ്യാത്മികതയെ, അല്ലെങ്കിൽ ഭഗവത് വിജ്ഞാനത്തെ, ആത്മീയത എന്ന് പറയുന്ന സങ്കല്പത്തെ സാധാരണക്കാരൻ്റേത് കൂടിയാക്കി മാറ്റിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഗീത ചെയ്യുന്നത്. ഗീത ചെയ്യുന്നത് അന്ന് വരെ നിലനിരുന്ന സമ്പ്രദായങ്ങളുടെ മുഴുവൻ ഒരു ഐക്യം സ്ഥാപിക്കുകയാണ്. പല ധാരകളായി, പല പന്ഥുകളായി, പല സമ്പ്രദായങ്ങളായി, പല വിഭാഗങ്ങളായി പിരിഞ്ഞിരുന്നിരുന്ന ഈ പറയുന്ന ഭാരതീയ ചിന്താ പദ്ധതികളെ, ഒരു കാലഘട്ടത്തിൽ പല മതങ്ങളായിരുന്നല്ലോ നമുക്കിവിടെ, ഹിന്ദുധർമ്മം, ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപദം, കൗമാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഈശ്വരനെ മാത്രം ആരാധിക്കുന്ന ആൾക്കാർ. ശിവൻ മാത്രമേ ദൈവമുള്ളൂ, ശിവനല്ലാത്തതൊന്നും ദൈവമല്ല, ശിവൻ താൻ പെരും കടവുള്ള അവനെ ഒറ്റക്കടവുൾ എന്നൊക്കെ പറഞ്ഞിട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ളൊരു കാലമുണ്ട്. വിഷ്ണുവിനെ മാത്രം ആരാധിക്കുക, വിഷ്ണു അല്ലാത്തതൊന്നും ശിവനല്ല. ശൈവക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളാക്കിയിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഗണപതിയെ മാത്രം ആരാധിക്കുന്ന വിഭാഗമുണ്ട്, ഗാണപത്യർ എന്ന് പറയും. 64 ഗണപതികളാണ് അവർക്ക്. എല്ലാം ഗണപതി. അവിടെ ശിവൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഗണപതിയാണ്, വിഷ്ണുവിൻ്റെ ധർമ്മം ചെയ്യുന്നു ഗണപതിയാണ്, അവിടെ ബ്രഹ്മാവിൻ്റെ ദൗത്യം വരെ നിർവഹിക്കുന്ന ഗണപതിയാണ്. അതേപോലെ തന്നെ ശാക്തേയം എന്ന് പറയുന്ന സമ്പ്രദായമാണ്, ശക്തിനെ മാത്രമേ ആരാധിക്കുള്ളൂ. അവിടെ എല്ലാം ശക്തിയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രതിഫലനങ്ങളാണ്. അവിടെ ശക്തി ഇല്ലെങ്കിൽ ശിവൻ കേവലം ശവമായി മാറും. ശിവനെ ശിവനാക്കി മാറ്റുന്ന ശൈവമായിട്ടുള്ള ചൈതന്യം ആരുടെയാ? അത് ശക്തിയുടെയാണെന്നാണ്. അതുകൊണ്ടാണ് അത്ര പ്രദോഷവ്രതം ആചരിക്കുന്നത്. കാരണം പ്രദോഷത്തിൻ്റെ ദിവസത്തിലാണത്ര, വൈകുന്നേരമാണത്ര ഈ ശക്തി കൊടുക്കുക. 14 ദിവസത്തേക്കാണല്ലോ ശക്തി കൊടുക്കുക. അത് കഴിഞ്ഞാൽ 14 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കാലാവധി തീരുമ്പോൾ ശിവനത് രാവിലെ തിരിച്ചേൽപ്പിക്കും. അന്ന് വൈകുന്നേരം വരെ ശിവൻ യാതൊരു ശക്തിയില്ലാണ്ട് ഇരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം മുമ്പിൽ ആനന്ദതാണ്ഡവമൊക്കെ നടത്തി ഭഗവതിനെ കുറച്ച് സന്തോഷിപ്പിച്ചിട്ട് ശക്തി ഒരു 14 ദിവസത്തേക്കും കൂടി മേടിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സങ്കല്പം വന്നപ്പോൾ ശിവനെ ശിവനായി വർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ചൈതന്യം എന്തോ അതാണ് ശക്തി. വിഷ്ണുവിനെ വിഷ്ണുവാക്കി മാറ്റുന്ന ആ ചൈതന്യം ലക്ഷ്മി, ബ്രഹ്മാവിനെ ബ്രഹ്മാവാക്കി മാറ്റുന്ന ആ ചൈതന്യം സരസ്വതി. ഇങ്ങനെ ഓരോ ദേവതയും യഥാർത്ഥത്തിൽ അവരുടെ ശക്തിയുടെ പ്രതിഫലനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ശാക്തേയത്തിൻ്റെ സമ്പ്രദായം. ഗാണപദം അതേപോലെ തന്നെ കൗമാരം എന്ന് പറയുന്നൊരു പദമുണ്ട്. പണ്ട് തമിഴ്നാടൊക്കെ ആസ്ഥാനാക്കിയിട്ട് സുബ്രഹ്മണ്യനെ മാത്രം ആരാധിക്കുന്ന ആൾക്കാർ, മധുരയൊക്കെ ആസ്ഥാനാക്കിയിട്ട് പാണ്ഡ്യന്മാരുടെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് കൗമാരന്മാർക്ക് ഭയങ്കര ശക്തി ഉണ്ട്. ഇപ്പം എൻ്റെ നാട് പന്നിയൂർ, പാലക്കാട് കുമ്പിടിയിൽ പന്നിയൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. പന്നിയുടെ ഒരു എന്നുള്ള അർത്ഥത്തിലാണ് പന്നിയൂർ എന്ന് വരുമെന്ന്. അവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ഭൂവരാഹമാണ്, ഭൂമിദേവീനെ മടിയിലിരുത്തിയിട്ടുള്ള വരാഹമൂർത്തിയാണ്. വളരെ എന്താ പറയുക, എല്ലാവരും വന്ന് കാണേണ്ട ഒരു അമ്പലമാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്, കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് എന്നൊക്കെ അതിനെപ്പറ്റി പറയും. അപ്പോൾ ഈ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പാണ്ഡ്യന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവർ ചെയ്തത് എന്താ വെച്ചാൽ വരാഹമൂർത്തിയുടെ വിഗ്രഹം എടുത്ത് പുറത്തു വെച്ചിട്ട് അവരകത്ത് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു. എത്രയോ കാലം പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിനുള്ളിൽ സുബ്രഹ്മണ്യനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പാണ്ഡ്യന്മാരുടെ പ്രതാപകാലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവരിവിടെ ഇനി ചോദിക്കാനും പറയാനും വരില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് നമ്മൾ അമ്പലപ്പറമ്പൊക്കെ പരിശോധിച്ചപ്പോൾ അനാഥനായിട്ട് ഉപേക്ഷിക്കപ്പെട്ട മട്ടിൽ ഈ ഭൂമിയുടെ മുഴുവൻ നാഥനായിട്ടുള്ള വരാഹമൂർത്തി, ഭൂമിദേവിനെ മടിയിലിരുത്തിയിട്ടുള്ള വരാഹമൂർത്തി, സ്വന്തം ഭൂമിയിൽ അന്യാധീനൻ ആയിട്ട് സ്വന്തം ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട വരാഹമൂർത്തിയുടെ വിഗ്രഹം കിട്ടുന്നത്. പിന്നീടാണ് വരാഹമൂർത്തിയുടെ വിഗ്രഹം വീണ്ടും ഗർഭഗൃഹത്തിലേക്ക് എടുത്തു വെച്ച് ആരാധന തുടങ്ങുന്നത്. സുബ്രഹ്മണ്യനെ പുറത്തു വെച്ചിട്ട്, സുബ്രഹ്മണ്യന് ഇപ്പോൾ വേറെ അമ്പലമുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിനെ പുറത്തു വെച്ച് വേറെ ക്ഷേത്രമാക്കി. അപ്പോൾ എന്തൊരു വിരോധ ബുദ്ധിയോടുകൂടി, എന്തൊരു വൈരാഗ്യത്തോടുകൂടി പരസ്പരം പോരടിച്ചിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ. ശൈവരും വൈഷ്ണവരും തമ്മിൽ യുദ്ധങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ശരിക്കുള്ള ദൈവം എന്നുള്ള സംശയം കൊണ്ട് ശൈവരും വൈഷ്ണവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ശൈവനും വൈഷ്ണവരും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും ഉണ്ട്. അതിൽ ഈ തമിഴ് ബ്രാഹ്മണർക്കിടയിലാണത്. അതിൽ ഈ അയ്യർ എന്ന് പറയുന്ന തമിഴ് ബ്രാഹ്മണന്മാർ ശൈവരും അയ്യങ്കാർ എന്ന് പറയുന്ന ഒരു വൈഷ്ണവരുമാണ്.
അതുകൊണ്ട് ഈ എന്താ പറയുക, ഈ അയ്യർ എന്ന് പറയുന്ന ഇവർ ഭസ്മക്കുരി തൊടും. ഭസ്മക്കുരി തൊടുന്നതുകൊണ്ട് തന്നെ അയ്യർ എന്ന് പറയുന്ന ആൾക്കാരെ അയ്യങ്കാർമാർ വീട്ടിൽ പോലും കേട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് ശ്മശാനത്തിൽ നിന്ന് ഉള്ളതാണല്ലോ ഭസ്മം. ആ ഭസ്മം തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അശുദ്ധരായി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിൽ കയറാൻ പാടില്ല എന്നാണ്. അവർ ത്രിപുണ്ഡ്രം എന്ന് പറയുന്ന വേറെ ചന്ദനം കൊണ്ടുള്ള 3 വരെയുള്ള കുറിയാണ്, ത്രിപുണ്ഡ്രമാണ് തൊടുക. അപ്പോൾ ശൈവ വൈഷ്ണവ സംഘർഷം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നമ്മുടെ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട്. കേരളത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ വന്നിട്ട് ഒരു സമന്വയ പദ്ധതി ഉണ്ടാക്കിയതാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ ചന്ദനം തൊടും, വൈകുന്നേരം ഭസ്മം തൊടും. ഇവിടെ ശങ്കരനാരായണൻ എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെയുണ്ട്. അപ്പോൾ ആചാര്യസ്വാമികളുടെ ഒരു ഇടപെടലുണ്ട്. ഈ 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടൊരു മഹാസമന്വയ പദ്ധതിയാണ് ആചാര്യസ്വാമികൾ. ആചാര്യസ്വാമികളാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന മട്ടിൽ ഹിന്ദുധർമ്മത്തെ പുനർനിർമ്മിക്കുന്നത് ശങ്കരാചാര്യസ്വാമികളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ആചാര്യന്മാരൊക്കെ ഉണ്ട്. ആചാര്യന്മാർ ധാരാളം ഈ പരമ്പരയിലുണ്ട്. പക്ഷേ ആചാര്യസ്വാമികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ശ്രീ ശങ്കരാചാര്യസ്വാമികളെ തന്നെയാണ് വരുന്നത്. കാരണം ഇന്ന് കാണുന്ന മട്ടിൽ ഈ ധർമ്മത്തെ പുനർനിർമ്മിച്ചെടുക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത്. അദ്ദേഹം ഈ 5 പദ്ധതികളെയും ചേർത്തുകൊണ്ട് ഈ ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപദം, കൗമാരം എന്നൊക്കെ പറയുന്ന ഈ 5 പദ്ധതികളെയും ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു പഞ്ചായതന പദ്ധതി എന്ന് പറയുന്ന 5 ദേവതകളുള്ള പഞ്ചമൂർത്തി ആരാധനാ പദ്ധതി അദ്ദേഹം ചിട്ടപ്പെടുത്തി. അദ്ദേഹം ഈ ഉപനിഷത്തുകൾക്ക് മുഴുവൻ ഭാഷ്യം ചമച്ചു. അദ്ദേഹം ഈ പറയുന്ന 100 കണക്കിന് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, ഇത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുക. ശങ്കരാചാര്യ സ്വാമികൾ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചതെന്നറിയോ? 32-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ 33 വയസ്സിലാണ് എന്താ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തുടങ്ങിയത്. ശങ്കരാചാര്യ സ്വാമികൾ ഇത്രയും കാര്യം ചെയ്തിട്ട് 32 വയസ്സിൽ സമാധിയായി എന്ന് പറയുന്നത്. 8-ാമത്തെ വയസ്സിലാണ് കാലടിയിൽ നിന്ന് അമ്മേനോട് തലൂടിയിട്ട് അവസാനം അമ്മ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാലടി പുഴയിൽ പെരിയാറിൽ കുളിക്കാൻ പോയപ്പോൾ മുതല വന്ന് കാലിൽ കടിച്ച കഥ അറിയില്ലേ? അപ്പോൾ സന്യസിക്കാൻ പോവുകയാണെങ്കിൽ മുതല പിടിവിടുമെന്ന് പറഞ്ഞു. അപ്പോൾ സന്യസിക്കാൻ പോയിക്കോളൂ പറഞ്ഞപ്പോൾ മുതല പിടിവിട്ടു. അപ്പോൾ മുതല സാക്ഷാൽ നാരായണനായിരുന്നു അത്രേ. ആചാര്യസ്വാമികൾക്ക് സന്യസിക്കാൻ പോകേണ്ടത് ആവശ്യമായതുകൊണ്ട് അതിന് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ 8-ാം വയസ്സിൽ പുറപ്പെട്ടു പോയിട്ടുള്ള ഒരാൾ 32 വയസ്സിൽ സമാധിയായി. ആകെ ഈ പ്രവർത്തന കാലയളവ് എന്ന് പറയുന്നത് 24 വയസ്സാണ്. 24 വയസ്സിനിടയിൽ എന്തൊക്കെയാണ് ചെയ്ത്? നമ്മുടെ കേരളത്തിലെ കാലടിയിൽ നിന്ന് അങ്ങോട്ട് കശ്മീരിലെ നീലം താഴ്വരയിലാണ് സർവജ്ഞപീഠം. സർവജ്ഞപീഠം കയറി എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നത്തെ പാകിസ്ഥാനിലെ നീലം വാലിയിലാണ് ശാരദാപീഠം എന്ന് പറയുന്ന സർവജ്ഞപീഠം നിൽക്കുന്നത്. ആ സർവജ്ഞപീഠത്തിൻ്റെ ദക്ഷിണദ്വാരം ആദ്യമായിട്ട് ആചാര്യസ്വാമികളാണ് തുറപ്പിച്ചതെന്നാണ്. മറ്റു ദ്വാരങ്ങളൊക്കെ പല ആൾക്കാരും തുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സദേൺ എൻട്രൻസ് അന്ന് വരെ തുറന്നിട്ടില്ല. ആചാര്യസ്വാമികൾ ചെന്ന് തർക്കവും സംവാദവും നടത്തിയിട്ട് അദ്ദേഹം സർവജ്ഞ പദത്തിൽ കയറുമ്പോഴാണ് ദക്ഷിണദ്വാരം തുറക്കുന്നത്. ഇവിടുന്ന് കാശ്മീരിലെ നീലം താഴ്വര വരെ. അവിടെ നിന്ന് ഇന്ത്യയുടെ 4 ദിക്കുകളിലേക്കും അക്ഷരാർത്ഥത്തിൽ ശങ്കര ദിഗ്വിജയം. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കുകളിലേക്കും ദിഗ്വിജയം നടത്തി. ഇവിടെയുള്ള പണ്ഡിതന്മാരെ മുഴുവൻ സംവാദങ്ങളിൽ പരാജയപ്പെടുത്തി 4 ദിക്കുകളിലും തൻ്റെ വരവിൻ്റെ അടയാളമായിട്ട് വേദസംരക്ഷണാർത്ഥം 4 പീഠങ്ങൾ, 4 ശങ്കര മഠങ്ങൾ സ്ഥാപിച്ചു. ഓരോ വേദത്തിന് വേണ്ടിയിട്ട് ഓരോ മഠമാണ്. ഋഗ്ന്, യജുർ, സാമം, അഥർവം 4 വേദങ്ങൾ സംരക്ഷിക്കാൻ 4 പീഠങ്ങൾ. നമ്മുടെ കർണാടകയിലെ ശൃംഗേരി, നമ്മുടെ ഗുജറാത്തിൽ ദ്വാരക, ഉത്തർപ്രദേശിൽ ജ്യോതിർമഠ്, അതേപോലെ തന്നെ ഒറീസയിൽ ഒറീസയിൽ പുരി ജഗന്നാഥ്, പുരി മഠം, 4 മഠങ്ങൾ, 4 മഠങ്ങൾക്ക് 4 മഹാവാക്യങ്ങൾ. ഇത്രയും ആൾ സഞ്ചരിക്കുകയാണ്. അതിനിടയിൽ ആയിരക്കണക്കിന് എന്താ പറയുക, അന്ന് ബുദ്ധമതത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള കാലമായിരുന്നു. ബുദ്ധമതത്തിൻ്റെ വലിയ അധിനിവേശം നടക്കുന്ന സമയമായിരുന്നു. ഈ ബുദ്ധമത പണ്ഡിതന്മാരെ മുഴുവൻ സംവാദങ്ങളിൽ പരാജയപ്പെടുത്തിയിട്ട് ഇവരെ മുഴുവൻ ഹിന്ദുധർമ്മത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇതിനിടയിൽ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത് ഇതിന് ഭാഷ്യം എഴുതി, 100 കണക്കിന് ശ്ലോകങ്ങൾ എഴുതി, ആയിരക്കണക്കിന് ഷടകങ്ങളും സൂക്തങ്ങളും എഴുതി, 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി. നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ഇപ്പം മൂകാംബിക ക്ഷേത്രം ശങ്കരാചാര്യ സ്വാമികൾ ഇവിടുന്ന് കൊണ്ടുവന്നതല്ലേ പറയണേ. സാക്ഷാൽ ദേവീനെ ആനയിച്ച് കൊണ്ടുവന്നതാണെന്നല്ലേ പറയുന്നത്. ഇങ്ങനെ 100 കണക്കിന് ക്ഷേത്രങ്ങൾ. ബദ്രീനാഥിലെ പൂജ ആചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയതാ. കേദാർനാഥിലെ പൂജ ആചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയത്. ആചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പൂജയുള്ള സ്ഥലം പോയാൽ അറിയാം. കാരണം അവിടെ മലയാള തന്ത്രമായിരിക്കും. അവിടെ എല്ലാം പൂജയ്ക്ക് ഒരു മലയാളി ബ്രാഹ്മണൻ വേണമെന്ന് നിയമം ഉണ്ടാവും. ബദ്രീനാഥിലെ പൂജയ്ക്ക് ഇപ്പോഴും മലയാളിയായിട്ടുള്ള ബ്രാഹ്മണൻ വേണം. റാവൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. അല്ലെങ്കിൽ കേദാർനാഥിലെ പൂജയ്ക്ക് മലയാളി ബ്രാഹ്മണൻ വേണം. മൂകാംബികയിൽ 2006 വരെ മലയാളി ബ്രാഹ്മണൻ വേണമായിരുന്നു. പിന്നീട് അവർ ബൈലോക്കെ തിരുത്തിയിട്ട് കർണാടക ബ്രാഹ്മണൻ തന്നെ മതിയെന്നാക്കി. അങ്ങനെയാണ് അവിടുത്തെ സംവിധാനം അറിയാം. അപ്പോൾ 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തി. ഇക്കണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ദശനാമി സമ്പ്രദായം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന സന്യാസ സമ്പ്രദായം മുഴുവൻ ആചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയതാണ്.
പുരി, ഗിരി, സരസ്വതി, ഭാരതി തുടങ്ങിയിട്ട് നമ്മൾ ഈ 10 പേരിൽ അറിയപ്പെടുന്ന സന്യാസി സമ്പ്രദായങ്ങളുണ്ടല്ലോ. ദശനാമി സമ്പ്രദായം ഉണ്ടാക്കിയത് ആചാര്യസ്വാമികളാണ്. അതിന് പുറമെ ഈ ഹിന്ദു ധർമ്മത്തെ മുഴുവൻ സമന്വയ പദ്ധതിയാക്കിയിട്ട് ഈ പഞ്ചമൂർത്തി പഞ്ചായതന പൂജാ സംവിധാനം ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്തിട്ട് അദ്ദേഹം 32 വയസ്സിൽ മരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അക്ഷരാർത്ഥത്തിൽ പലപ്പോഴും തോന്നാറുണ്ട് ഇത് മനുഷ്യനായിരിക്കാൻ വഴിയില്ല. സാക്ഷാൽ ധർമ്മം വെല്ലുവിളി നേരിട്ട കാലഘട്ടത്തിൽ ആയുധത്തിന് പകരം ഏകഛത്രവും കാഷായവുമായിട്ട് അവതരിച്ചിട്ടുള്ള സാക്ഷാൽ നാരായണനോ മഹാദേവനോ തന്നെയാണ് ആചാര്യസ്വാമികൾ എന്ന് പറയാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആചാര്യസ്വാമികളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സമന്വയത്തിലൂടെയാണ് കേരളത്തിൽ ഈ വിഷ്ണുവും ശിവനും കൂടി ഒന്നിച്ചാരാധിക്കുന്ന, ഒന്നിച്ച് ദേവതാ സങ്കല്പമായി നിൽക്കുന്ന ക്ഷേത്ര പദ്ധതികൾ പോലും ഉണ്ടായത്. ഇവിടെ ഒരു പ്രമാണം തന്നെ ഉണ്ട്, ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുചാ ഹൃദയം ശിവ. ശിവന്റെ ഹൃദയമാണ് വിഷ്ണു, ആ വിഷ്ണുവിൻ്റെ ഹൃദയമോ സാക്ഷാൽ ശിവൻ തന്നെയും. അപ്പം ഇങ്ങനെ അല്ലാതെ നിന്നിരുന്ന പല ധർമ്മങ്ങളായി, പല ധാരകളായി, പല സമ്പ്രദായങ്ങളായി നിന്നിരുന്ന ധർമ്മത്തിന് ഒരു ഐക്യത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഗീത അവതരിക്കുന്നത്. ഗീത ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊന്നും ഭേദമില്ല, ഇതൊന്നും വെവ്വേറെയല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഒരു വലിയ ഐക്യത്തിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ട് അതുവരെയുള്ള എല്ലാ പദ്ധതികളെയും അത് സമന്വയിപ്പിച്ചു. അതുവരെയുള്ള എല്ലാ സിദ്ധാന്തങ്ങളെയും, ദ്വൈതത്തെയും അദ്വൈതത്തെയും വിശേഷാദ്വൈതത്തെയും ശുദ്ധാദ്വൈതത്തെയും അത് സമന്വയിപ്പിച്ചു. ബ്രഹ്മൻ, ആത്മൻ എന്നുള്ള വേദത്തിൻ്റെ സങ്കല്പത്തെ ഏറ്റവും സാധാരണക്കാരന് ഉൾക്കൊള്ളാവുന്നത് പോലെ ഉപനിഷത്ത് ഭാഷയിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ ഹിന്ദുധർമ്മത്തിന് അടുത്ത തലമുറയിലേക്ക് ഏറ്റവും ലളിതമായി പകർന്നു കൊടുക്കാവുന്ന ഒരു ചട്ടക്കൂട് നിർമ്മിച്ചു എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള പ്രാധാന്യം. അത് എന്താ പറയുക, റോസാപ്പൂവിൻ്റെ മണം എങ്ങനെയാണ്, പനിനീർപ്പൂവിൻ്റെ മണം എങ്ങനെയാണെന്ന് നമുക്ക് വിശദീകരിച്ച് തരാൻ സാധിക്കില്ല. അത് ഓരോരുത്തർക്കും അവനവൻ തന്നെ ഘ്രാണനം ചെയ്താലേ, അവനവൻ തന്നെ അത് മണത്ത് നോക്കിയാലേ മനസ്സിലാവുന്ന പോലെ ഗീതയുടെ ആന്തരികമായിട്ടുള്ള സൗന്ദര്യം എന്താണെന്ന് ഒരാൾക്കൊരു പ്രഭാഷണത്തിൽ വിശദീകരിക്കാൻ സാധിക്കില്ല. ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ട് എന്ന് പരിചയപ്പെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. അതിൻ്റെ അനുഭവം ഓരോരുത്തരും സ്വയമേവ കണ്ടെടുക്കേണ്ടതാണ്. അതിൻ്റെ ഗീതയുടെ വായനയുടെ അനുഭവം എന്താണ്, അതിൻ്റെ ജ്ഞാനത്തിൻ്റെ അനുഭവം എന്താണെന്ന് ഗീത എന്ന് പറയുന്ന കൃതി പഠിക്കുന്നതിലൂടെ മാത്രം നമുക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഗീത ഇവിടെ വരുത്തിയിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. അത് എന്താ പറയുക, ലോകത്തെ ഏത് മതപ്രത്യയശാസ്ത്രത്തോടും പൊരുതി നിൽക്കാൻ പറ്റുന്നത് പോലെ ഫിലോസഫിക്കൽ ഡെപ്തുള്ള, ഇൻ്റലക്ച്വൽ മൈറ്റുള്ള ഒരു ധർമ്മമാണ് ഹിന്ദു ധർമ്മം എന്നുള്ള ആത്മവിശ്വാസം 19-ാം നൂറ്റാണ്ടിലെ ഹിന്ദു റിനൈസൻസിനെ പോലും ഉണ്ടാക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാവുന്ന ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുണ്ടാവുന്ന ഒരു ഹിന്ദു റിനൈസൻസ് ഉണ്ട്. അതാദ്യം എന്താണ്, ആര്യസമാജമായിട്ട് മഹർഷി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുണ്ട്. അത് പിന്നീട് സമാജമായി മാറുന്നുണ്ട്. അതിനുശേഷം സ്വാമി വിവേകാനന്ദൻ്റെ നേതൃത്വത്തിൽ നിയോ വേദാന്ത മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന കൃതി ഏതാ? ഭഗവത്ഗീത ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലേ ലോകത്തിന് മുഴുവൻ മുന്നിൽ നിന്നുകൊണ്ട് സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് മനുഷ്യരാശിക്കുള്ള ഭാരതത്തിൻ്റെ സമ്മാനമാണിത്. ലോകത്തിൻ്റെ ഇന്നോളമുള്ള വിജ്ഞാനത്തെ ഒരു ഗ്രന്ഥത്തിലേക്ക് കാച്ചിക്കുറുക്കിയതാണിത്. ഇത് ലോകത്തിന് ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാർ നീക്കി വെച്ചിട്ടുള്ള സമ്മാനമാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾക്ക് പറയാനുള്ള ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കൃതിയായിട്ട് ഹിന്ദു ഇൻ്റലക്ച്വൽ മൈറ്റിനെ, അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിക്കൽ ഡെപ്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയായിട്ട് ഗീത നിൽക്കുന്നുണ്ട്. ആ ഗീതയാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തെ പോലെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റം എടുത്ത് നോക്കൂ, അതിൻ്റെ എല്ലാ നേതാക്കന്മാരും ഭഗവത്ഗീത കൊണ്ട് പ്രചോദിതരായിട്ടുള്ള ആൾക്കാരാണ്. ശരിക്ക് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ മുന്നേറ്റത്തിൻ്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിട്ടുള്ള ആൾ ബാലഗംഗാധര തിലകനാണ്. 1893 സാർവജനിക് ഗണേശോത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് ഇന്ത്യക്കാരെ മുഴുവൻ ഒരു കോമൺ ഐഡൻറ്റിറ്റി കീഴിൽ അണിനിരത്തുന്നത് ഗംഗാധര തിലകനാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപാധിയായിരുന്നു സാർവജനിക് ഗണേശോത്സവം. ഈ തിലകൻ ഗീതയ്ക്ക് മറാഠിയിൽ ഭാഷ്യം എഴുതിയിട്ടുള്ള ആളാണ്. അത്രത്തോളം ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, ഗീത കൊണ്ട് അത്രമേൽ സ്വാധീനിക്കപ്പെട്ട ആളാണെന്ന് മാത്രമല്ല ഗീതയ്ക്ക് ഭാഷ്യം ചമച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ 1905 ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത്, ഇന്ത്യയിലെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരനാകുന്നത്, അതിൻ്റെ പേരിൽ ദീർഘകാലം ജയിലിലടക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് ബ്രിട്ടീഷുകാരാൽ വിശേഷിക്കപ്പെടുന്നത്, ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന ട്രിനിറ്റിയുടെ കർത്താവാകുന്നൊക്കെ തിലകനാണ്.
അതിനുശേഷം വരുന്ന ഗാന്ധി. നോക്കൂ, ഗാന്ധി സദാസമയവും ഗീത കയ്യിൽ വെച്ചിരുന്ന ആളാണ്. ഭഗവത്ഗീത അദ്ദേഹം സദാസമയവും തൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയും ഗീതയിൽ നിന്ന് സ്ഥിരമായിട്ട് വാക്യങ്ങൾ ഉദ്ധരിക്കുകയും ഗീതയെ തൻ്റെ ജീവിതത്തിൻ്റെ മൗലിക പ്രമാണമായിട്ട്, പ്രത്യേകിച്ചും ഗീതയിലെ മൂന്നാം അധ്യായമാണ് കർമ്മയോഗം. കർമ്മയോഗമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രേരണ എന്ന് പറയുകയും ഭഗവത്ഗീതയ്ക്ക് സ്വന്തം നിലയിൽ കർമ്മയോഗത്തിന് ഭാഷ്യം, കർമ്മയോഗത്തിനൊരു വ്യാഖ്യാനം എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ് ഗാന്ധി. അതിനുശേഷം അരബിന്ദോ ഘോഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ, ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളെ മുഴുവൻ അങ്ങനെ ഒരു വലിയ പ്രതിരോധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ബിംബമായിട്ട് ഗീത നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗീത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തെ, 19-ാം നൂറ്റാണ്ടിലെ ഹിന്ദു റിനൈസൻസിനെ, അതിനു മുമ്പ് 8-ാം നൂറ്റാണ്ടിലെ ശങ്കരാചാര്യ സ്വാമികളും ഉൾപ്പെടെ എല്ലാ കാലഘട്ടത്തിലും ഈ ധർമ്മത്തിൽ നിന്ന് പുതിയ പുതിയ ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, എത്ര എടുത്താലും പിന്നെയും അവശേഷിക്കുന്ന ഒരു അക്ഷയപാത്രമാണ് ഗീത. ആ ഗീത വായിച്ചിട്ട് ഓരോ കാലഘട്ടത്തിലും പുതിയ ആളുകൾ പുതിയ ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിനും യോജിക്കുന്നത് പോലെയുള്ള ആശയങ്ങൾ ഗീതയിൽ നിന്ന് എപ്പോഴും കണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. എത്ര എടുത്തിട്ടും ഗീത എന്താ പറയുക, ഇല്ലാതെയാവുന്നില്ല. എത്ര കൊടുത്തിട്ടും ഗീത നിറഞ്ഞു കവിയുന്നുമില്ല. അങ്ങനെയുള്ളൊരു അത്ഭുതമായിട്ട് ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് 2017 ഏറ്റവും അവസാനം, ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദി ബരാക് ഒബാമയെ കണ്ടപ്പോൾ സമ്മാനം കൊടുത്ത ഗീതയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലേക്കുള്ള ഇന്ത്യയുടെ സംഭാവന മനുഷ്യരാശിക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു വലിയൊരു സമർപ്പണമാണ് ഗീത. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഏറ്റവും റെലവൻ്റായി നിൽക്കുകയും ഇത് ഏതാണ്ട് 3000 വർഷത്തോളമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ പോലും അതിൻ്റെ ഒരു പ്രാമാണ്യത്തിന് കുറവ് വരാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഈ കൃതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇന്നത്തെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്, ഒരു ഹിന്ദുവിനെ ഹിന്ദുവാക്കി മാറ്റുന്ന 5 കാര്യങ്ങൾ പഞ്ചമഹായജ്ഞങ്ങളാണെങ്കിൽ അതിൽ ആദ്യത്തെ യജ്ഞം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞമാണ്. ബ്രഹ്മയജ്ഞം എന്നുള്ളത് അവനവൻ്റെ കൃതികൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് വളരെ ഹെട്രോജനസ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ്. അതിനുള്ളിൽ ആയിരക്കണക്കിന് വിഭാഗങ്ങൾ, ആയിരക്കണക്കിന് പന്ഥുകൾ, ആയിരക്കണക്കിന് സമ്പ്രദായങ്ങൾ, ആയിരക്കണക്കിന് ഭാഷകൾ, ആയിരക്കണക്കിന് ശീലങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, മലയാളി ഹിന്ദുവും തമിഴ്നാട്ടിലെ ഹിന്ദുവും ബീഹാറിലെ ഹിന്ദുവൊക്കെ തമ്മിൽ ആചരണങ്ങൾ കൊണ്ട്, പദ്ധതികൾ കൊണ്ട്, വിശ്വാസങ്ങൾ കൊണ്ട് പോലും അത്രയേറെ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഒന്ന് മാത്രം ശരിയെന്ന് ശഠിച്ചിട്ടുള്ള ഒരു സമ്പ്രദായം അല്ലത്. അതുകൊണ്ടാണ് നമ്മളൊരു റിലീജിയൻ അല്ല, ഒരു സാധാരണഗതിയിൽ ഹിന്ദുധർമ്മത്തെ മറ്റൊരു മതം പോലെ ഒരു മതമായിട്ട്, റിലീജിയനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു മതമാവണമെങ്കിൽ അതിനൊരു യൂണിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഒരു പൊതുവായിട്ടുള്ള ഘടന, പൊതുവായിട്ടുള്ള വിശ്വാസം, പൊതുവായിട്ടുള്ള ആചരണ പദ്ധതി, പൊതുവായിട്ടുള്ള സമ്പ്രദായമൊക്കെ വേണം. ഹിന്ദുധർമ്മത്തിൽ അങ്ങനെ ഏകമായിട്ടുള്ളൊരു പദ്ധതിയില്ല. ഏകതയല്ല, അനേകതയാണ്, ബഹുസ്വരതയാണ്, വിവിധതയാണ് ഹിന്ദുധർമ്മത്തിൻ്റെ സൗന്ദര്യം. പൊതുവിൽ പറയും, മറ്റുള്ള എല്ലാ സെമിറ്റിക് റിലീജിയനുകളും ഫോളോ ചെയ്യുന്നൊരു പദ്ധതിയുണ്ട്. സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ്. ഏക ഗ്രന്ഥം, ഏക ദൈവം, ഏക പ്രവാചകൻ. ഏത് മതം എടുത്തോളൂ, അവരെല്ലാം പിന്തുടരുന്ന ഈ രീതിയാണ്. ഇപ്പോൾ ഇസ്ലാം എടുത്തു കഴിഞ്ഞാൽ ഏക ഗ്രന്ഥം ഖുറാൻ, ഏക ദൈവം അള്ളാഹ്, ഏക പ്രവാചകൻ മുഹമ്മദ്. ക്രിസ്ത്യൻ മതം എടുത്തു കഴിഞ്ഞാൽ ഏക ഗ്രന്ഥം ബൈബിൾ, ഏക ദൈവം ഫാദർ, ഏക പ്രവാചകൻ ജീസസ്. നമ്മൾ യഹൂദമതം എടുത്തു കഴിഞ്ഞാൽ ഏക ഗ്രന്ഥം ടോറ, ഏക ദൈവം ജഹോവ, ഏക പ്രവാചകൻ മോസസ്. ഹിന്ദുധർമ്മത്തിൽ ഏക ഗ്രന്ഥം? 100 കണക്കിന് ഗ്രന്ഥങ്ങളാണ്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്, ഗ്രന്ഥാലയങ്ങളാണ്, ഗ്രന്ഥപുരകളാണ്. അപ്പോൾ സാധാരണ പറയും ബാക്കിയുള്ളവർക്കൊക്കെ സ്വന്തമായിട്ടൊരു ഗ്രന്ഥമുണ്ട്, ഹിന്ദുവിന് സ്വന്തമായിട്ടൊരു ലൈബ്രറി തന്നെ ഉണ്ട്. 100 കണക്കിന് പുസ്തകങ്ങൾ. അതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മുടെ മൗലികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല. ഇതിലേത് ഗ്രന്ഥവും ഇല്ലാണ്ട് ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാം. ഒരു ഗ്രന്ഥവും ഇല്ലാണ്ട്, ഗ്രന്ഥാശ്രിതമായിട്ടൊരു ധർമ്മം അല്ലത്. ഒരു ഗ്രന്ഥത്തിലും വിശ്വസിക്കാതെയും ഒരു ഗ്രന്ഥത്തെയും പൂർണ്ണമായിട്ട് അവലംബിക്കാതെയും ഒരു ഗ്രന്ഥവും പഠിക്കാതെയും ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാൻ സാധിക്കും. ഏക ദൈവം? 330 കോടി ദേവതകളാണെന്ന് തോന്നുന്നു അല്ലേ? അവനവൻ്റെ ദൈവങ്ങളുടെ മുഴുവൻ പേരും പറയാൻ പറ്റുന്ന ഒരു ഹിന്ദു ഉണ്ടാവില്ല. ആരെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രക്രിയക്കിടയിൽ തന്നെ അയാളുടെ ബാല്യവും യൗവനവും കൗമാരവും ഒക്കെ കഴിഞ്ഞു പോവുകയും ചെയ്യും. അത്രയേറെ ദൈവങ്ങൾ, എത്രയേറെ പ്രവാചകന്മാർ. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോഴൊക്കെ ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈശ്വരൻ ഇവിടെ അവതരിച്ചു കൊണ്ടേയിരിക്കും എന്നാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതാത് ആവശ്യത്തെ നിറവേറ്റാൻ വേണ്ടി നിരന്തരമായിട്ട് ആചാര്യന്മാരും പ്രവാചകന്മാരും അവതാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ധർമ്മമാണിത്. അപ്പോൾ ഇതിനൊരു പൊതുവായിട്ടുള്ള പദ്ധതി എന്നില്ല, ഇത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റ് എന്ന് ശഠിക്കുന്നൊരു സമ്പ്രദായത്തിനില്ല. എല്ലാം ശരിയാണ് എന്നുള്ള.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 4 ആചാര്യന്മാരുണ്ട്. ശങ്കരാചാര്യരുണ്ട്, മാധവാചാര്യനുണ്ട്, വല്ലഭാചാര്യനുണ്ട്, രാമാനുജാചാര്യനുണ്ട്. ലോകത്ത് വേറെ ഏത് ധർമ്മത്തിൽ അത് സാധിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശങ്കരാചാര്യർ പറയുന്നത് അദ്വൈതാണ്, മാധവാചാര്യർ പറയുന്നത് ദ്വൈതാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല ഒന്നാണ്, നോൺ ഡ്വലിസാണ്. ദ്വൈതം എന്ന് പറഞ്ഞാലോ ഒന്നല്ല രണ്ട് തന്നെ എന്നാണ്. ഇതിൽ ഒന്ന് ശരിയാണെങ്കിൽ മറ്റേ തെറ്റല്ലേ? മാധവാചാര്യൻ ആചാര്യനാണെങ്കിൽ ശങ്കരൻ ആചാര്യനാവാൻ പാടില്ലല്ലോ. അഥവാ ശങ്കരനാണ് ആചാര്യനെങ്കിൽ മാധവൻ ആചാര്യനാവാൻ പാടില്ലല്ലോ. രണ്ടല്ലെങ്കിൽ ഒന്നല്ലല്ലോ, ഏതെങ്കിലും ഒന്നല്ലേ ഇതിൽ ശരിയല്ലോ. പക്ഷെ ഹിന്ദു ധർമ്മത്തിൽ അങ്ങനെയല്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ശരി, മറ്റേത് തെറ്റ് എന്ന് പറയുന്ന ഒരു കൺഫർമിങ് റിലീജിയൻ അല്ല. ഓരോന്നും ശരിയിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് എന്ന്. ശരി ഒന്ന് തന്നെയാണ്, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. പക്ഷെ ആ ശരിയിലേക്ക് അനവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി മാത്രം, ഏതെങ്കിലും ഒരു മാർഗം മാത്രമല്ല ശരി. എല്ലാവർക്കും, ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ, അവനവൻ്റേതായിട്ടുള്ള വഴികൾ വെട്ടിത്തെളിക്കാൻ, അവനവൻ്റേതായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള ഒരു സങ്കല്പമുള്ള ധർമ്മമാണിത്. അതുകൊണ്ട് ഇതിനുള്ളിൽ 100 കണക്കിന് പദ്ധതികളുണ്ട്. ഇതിനുള്ളിൽ ഏകദൈവാരാധനയുണ്ട്, ഇതിനുള്ളിൽ ബഹുദൈവാരാധനയുണ്ട്, ഇതിനുള്ളിൽ വിഗ്രഹാരാധനയുണ്ട്, ഇതിനുള്ളിൽ വിഗ്രഹാരാധന പാടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനുള്ളിൽ സാത്വികമായിട്ടുള്ള വൈദികരുണ്ട്, ഇതിനുള്ളിൽ കൗളരും മറ്റുള്ള പദ്ധതി മധ്യമാരാധന നടത്തുന്ന ആൾക്കാരുണ്ട്, ഇതിനുള്ളിൽ ഗംഗ, ഗീത, ഗോവിന്ദൻ, ഗായത്രി, ഗോമാത എന്ന് പറയുന്ന പഞ്ചമ മകാരമുണ്ട്, ഇതിനുള്ളിൽ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്ന് പറയുന്ന പഞ്ചമ മകാരമുണ്ട്. ഇതിനുള്ളിൽ എന്താണ്, ഗ്രന്ഥാശ്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഇതിനുള്ളിൽ ഗ്രന്ഥ നിഷേധികളുടെ ഒരു പരമ്പരയുണ്ട്. ഇതിനുള്ളിൽ ആസ്തികരുണ്ട്, ഇതിനുള്ളിൽ നാസ്തികരുണ്ട്, ഇതിനുള്ളിൽ ചാർവാകന്മാരുമുണ്ട്, ഇതിനുള്ളിൽ ഇതിനെല്ലാം മുഴുവൻ നിഷേധിച്ചിട്ടുള്ള ആജീവകരുമുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു പദ്ധതിയാണ്. ഹിന്ദുധർമ്മത്തെ നിഷേധിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുവിൻ്റെ വിശാലമായിട്ടുള്ള വീക്ഷണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനുള്ളിലൊരു പൊതുവായിട്ടുള്ള പദ്ധതി കണ്ടെത്തൽ വലിയ പ്രയാസം. പക്ഷേ പൊതുവിൽ ഹിന്ദുവിൻ്റേതായി വിശ്വസിക്കപ്പെടുന്ന ചില പ്രാമാണിക മൂല്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് വിളിക്കുക. അത് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം. ഇങ്ങനെയാണ് 5 യജ്ഞം പറയാം. ആദ്യത്തെ യജ്ഞം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മയജ്ഞമാണ്. അവനവൻ്റെ ശാസ്ത്രകൃതികൾ പഠിക്കുക. ഇതൊരു യജ്ഞമാണ്. എല്ലാവർക്കും ഇപ്പോൾ യജ്ഞം കഴിക്കാൻ പറ്റിക്കോളന്നില്ല. ഇങ്ങനെ ഇഷ്ടികയൊക്കെ അടുക്കി വെച്ച്, വിറകൊക്കെ വെച്ച്, ലിറ്റർ കണക്കിന് നെയ്യൊക്കെ കോരി ഒഴിച്ച്, മന്ത്രമൊക്കെ ജപിച്ച് വലിയ യജ്ഞമൊക്കെ കഴിച്ചാൽ വലിയ പുണ്യമൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ യജ്ഞങ്ങളുണ്ട്. രാജസൂയം, അശ്വമേധം, അല്ലേ, പുത്രകാമേഷ്ടി എന്നൊക്കെ പറയുന്ന യജ്ഞങ്ങളെ, യാഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും മഹായാഗമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലല്ലോ. എല്ലാവർക്കും നിത്യേന ആചരിക്കാവുന്ന 5 യജ്ഞം ഇത്. ആ യജ്ഞങ്ങൾ കഴിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. അതിൽ ആദ്യത്തെ യജ്ഞമാണ് എന്ത്? ബ്രഹ്മയജ്ഞം. എന്താ? എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവനവൻ്റെ ശാസ്ത്രഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ബ്രഹ്മസൂത്രം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഉപനിഷത്തായിക്കോട്ടെ, മഹാഭാരതം ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, യോഗവാസിഷ്ഠം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ശാസ്ത്രഗ്രന്ഥം 2 ശ്ലോകം അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അതിലൊരു ശ്ലോകമെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. യജ്ഞമാണ് ബ്രഹ്മയജ്ഞം. അവനവൻ്റെ ശാസ്ത്രകൃതികളിലെ ഒരു ശ്ലോകമെങ്കിലും അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതും മറ്റൊരാൾക്ക് പറഞ്ഞു. കാരണം ഈ അറിവിൻ്റെ അടുത്ത തലമുറയിലേക്കുള്ള സഞ്ചാരത്തെ ഉറപ്പുവരുത്തുക, അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മൾ ഈ ധർമ്മത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒന്നും സാധിച്ചില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ നമ്മളിലൂടെ അടുത്ത തലമുറയിലേക്ക് എത്തുന്നു എന്നെങ്കിലും നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ഒരു അടിസ്ഥാന ബാധ്യതയാണ്. അതാണ് ആ യജ്ഞം, ബ്രഹ്മയജ്ഞം. 2 ദേവയജ്ഞം. എല്ലാ ദിവസവും ഈശ്വരനെ പ്രാർത്ഥിക്കുക. അവനവൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് ഈശ്വര രക്ഷിക്കണേ, എന്തെങ്കിലും ഒരു നാമം ജപിക്കുക, എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലുക, സാധിക്കുമെങ്കിൽ തൊട്ടടുത്ത അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. ദേവറണം. നമുക്ക് ഈശ്വരന്മാരോടൊരു ബാധ്യതയുണ്ട്. നമ്മുടെ പൂർവികന്മാർ സ്ഥാപിച്ചിട്ടുള്ളതായിരിക്കും ഈശ്വര പദ്ധതികളൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് നന്മ വേണമെന്ന് കരുതുന്ന ആചാര്യന്മാരുടെ സങ്കല്പത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, തപസ്സിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ആ ക്ഷേത്രം നമ്മുടെ ദേശദേവതയായിരിക്കും. ആ ദേവതയോട് നമുക്കൊരു ബന്ധമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു യജ്ഞമാണ് ദേവയജ്ഞം. അവനവൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാലും മതി. മൂന്നാമത്തെ പിതൃയജ്ഞം. നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുള്ള പൂർവികന്മാരെ, പിതൃക്കളെ, അച്ഛൻ, മുത്തച്ഛൻ, അച്ചച്ഛൻ, അമ്മയുടെ അച്ഛൻ, അങ്ങനെയുള്ള വല്യച്ഛന്മാർ, അമ്മാവന്മാർ, അമ്മായിമാർ, ചെറിയമ്മമാർ, മുത്തശ്ശിമാർ, അങ്ങനെ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വ തലമുറയിലുള്ള പൂർവികന്മാരെ, പിതൃക്കളെ നിത്യേന സ്മരിക്കുന്നത്, കുളിക്കുമ്പോൾ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് വലത്തേക്ക് ഒഴുക്കി വിട്ട് തർപ്പണം ചെയ്യുന്നത് യജ്ഞാണ്, പിതൃയജ്ഞം. 4മത്തത് നരയജ്ഞമാണ്. അപ്പോൾ നമ്മൾ ബ്രഹ്മത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ചു, ദേവന്മാരുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചു, എന്താണ് പിതൃക്കളുടെ കാര്യം ശ്രദ്ധിച്ചു, കഴിഞ്ഞിട്ടില്ലല്ലോ. ചുറ്റുപാട് കുറേ മനുഷ്യരും ജീവിക്കുന്നുണ്ടല്ലോ. അവനവൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടോ എന്ന് നോക്കൽ, ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഒരു സഹായം ചെയ്യുന്നു.
നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു സഹായം നിങ്ങളൊരു ദിവസം ചെയ്താൽ അതൊരു യജ്ഞമാണ്, നരയജ്ഞം. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണം മേടിച്ചു കൊടുക്കുക, വിശക്കുന്ന ആളാണ് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, മരുന്നിന് ബുദ്ധിമുട്ടുള്ള ആളാണ് മരുന്ന് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കുട്ടിക്ക് സ്കൂളിൽ പോരുന്നതിൽ പ്രയാസമുണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുക. ഒന്നും വേണ്ട, നിങ്ങൾ ഒരു വഴിക്ക് പോകുമ്പോൾ ആളെ വഴിയിൽ കണ്ടു, റോട്ടിൽ കണ്ടു, ഒന്ന് നിർത്തിയിട്ട് കയറുന്നോ എന്ന് ചോദിക്കുക. അയാൾക്കൊരു എളുപ്പമുണ്ടല്ലോ, ബസ്സിനും കയറി പോകണ്ടല്ലോ. യജ്ഞമാണ്, നരയജ്ഞം. ഏറ്റവും അവസാനത്തെ യജ്ഞമാണ് ഭൂതയജ്ഞം. അപ്പം മനുഷ്യന്മാരുടെ കാര്യം വരെ നമ്മൾ നോക്കി, പക്ഷെ അതുകൊണ്ടും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, പക്ഷി മൃഗാദികൾ, അവരുടെ കാര്യം. ഇപ്പോൾ ഈ ചൂടുകാലമാണ്, വേനൽക്കാലമാണ്, വെള്ളം കിട്ടാണ്ട് പക്ഷികളൊക്കെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. വീട്ടിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്ന യജ്ഞമാണ്. രാജസൂയോ അശ്വമേധമൊന്നും കഴിക്കണ്ട, പക്ഷേ ഒരു യജ്ഞമാണ്. ഒരു തൊട്ടിയിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് ഒരു കിളിക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ പറ്റി കഴിഞ്ഞാൽ, ഒരു പശുവിനൊരു പഴം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു നായക്കോ ഒരു പൂച്ചയ്ക്കോ എന്തെങ്കിലും തിന്നാനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കല്ലെടുത്ത് അറിയാൻ പോകുമ്പോൾ വേണ്ട കേട്ടോ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു യജ്ഞമാണ്. ഈ 5 കാര്യങ്ങളാണ് ദേവതകളോട്, പിതൃക്കളോട്, മനുഷ്യരോട്, ജീവജാലങ്ങളോട്, നമ്മുടെ തലമുറകളായിട്ട് പകർന്നു വന്നിട്ടുള്ള അറിവിനോട്, ഈ 5 കാര്യങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഒരാളെ ഹിന്ദു ആക്കി മാറ്റുന്നത്. വേറെയുള്ള വംശഗുണമോ ശീലഗുണമോ വേറെയുള്ള വലിയ പാണ്ഡിത്യമോ ഒന്നുമല്ല. ഈ 5 കാര്യങ്ങൾ, മൗലികമായിട്ടുള്ള ഈ 5 കാര്യങ്ങളുടെ ശ്രദ്ധയാണ്. ഇതിൻ്റെ ഭാഗമാണ് ബ്രഹ്മയജ്ഞം. നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുക, നമ്മുടെ പാരമ്പര്യ വിജ്ഞാനീയത്തെ അറിയുക, അതിന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇനിയുള്ള ഒരു 18 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രഹ്മയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഭഗവത്ഗീത സ്വാധ്യായം ചെയ്യാൻ അവനവന് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള കൃതിയാണ്. മലയാളത്തിലൊരു 50 ഗീതയെങ്കിലും ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും നല്ല, ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ എഴുതിയിട്ടുള്ള ഗീതയുടെ വ്യാഖ്യാനമൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള വ്യാഖ്യാനമാണ്. സ്വന്തമായിട്ടിരുന്ന് പഠിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനമാണ്. ചിന്മയാവിഷം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വേറെയും ധാരാളം ഗീത ഇതുണ്ട്. ഞാൻ ഏതെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യല്ല, ഞാൻ വായിച്ചതിൽ എളുപ്പമുള്ള ഒരെണ്ണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പുസ്തകം മേടിക്കുക, എല്ലാ ദിവസവും ഗീതയിൽ 100 ശ്ലോകമേ ഉള്ളൂ. ഒരു ദിവസം 10 ശ്ലോകം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് തീരും. ഒരു ദിവസം 10 ശ്ലോകം ഇരുന്ന് പഠിക്കുക എന്ന് വിചാരിക്കുക. ഗീതയുടെ തത്വത്തെ മനസ്സിലാക്കുക. യജ്ഞമാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന, ഒരു പുതിയ മനുഷ്യനാക്കി നമ്മളെ പരിവർത്തനം ചെയ്യുന്ന, നമ്മളെ ഈശ്വരനോടുള്ള നമ്മുടെ ദൂരത്തെ വളരെയേറെ കുറയ്ക്കുന്ന, ഒരുപക്ഷെ ധാരാളം പ്രതിസന്ധികളിൽ നിന്ന്, ധാരാളം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മളെ കരകയറ്റുന്ന വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രക്രിയയായിട്ട് ആ ഗീതാസ്വാധ്യായം മാറും. അങ്ങനെ ഗീതയിലേക്ക് വരാൻ ഉപാസകനെ മൂർത്തി തിരഞ്ഞെടുക്കുന്ന പറയാം. അപ്പം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഗീത വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അയാൾ ഗീത വായിച്ചോട്ടെ എന്ന് ഭഗവാനും കൂടി തോന്നണം. അപ്പോൾ അങ്ങനെ ഗീത വായിച്ച് ഭഗവാനിലേക്ക് എത്താനുള്ള യോഗം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടുത്തെ ദേശനാഥനായിട്ടുള്ള കോട്ടമുറി അയ്യപ്പസ്വാമിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.